സന്തോഷമാക്കുമാറാവട്ടെ. രോഗികൾക്കൊക്കെ അല്ലാഹു ഖൈറായ ശിഫ നൽകുമാറാവട്ടെ. രണ്ടു ലോകത്തും അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ ത്വാഅത്തിലും അവന്റെ ദീനിന്റെ ഖിദ്മത്തിലുമായി ആഫിയത്തുള്ള ആയുസ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യദീനിന്റെ സന്ദേശം നമ്മളിലേക്ക് എത്തിച്ചപ്പോ മുസ്ലിമിന്റെ ജീവിത പദ്ധതി അവനാവരണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൽ 3 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തിയതിനു ശേഷം ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകമാകുന്ന ഏകദൈവ സിദ്ധാന്തത്തിന്റെയും അല്ലാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിന്റെയും അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടി അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നത് സലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സമർത്ഥിച്ചതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വവും വിശുദ്ധ ഖുർആനിന്റെ ദൈവികതയും ഒന്നിച്ച് സ്ഥിരീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നടത്തിയ ഒരു വെല്ലുവിളിയുടെ സ്വഭാവമാണ് ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത്. അതായത് വൈൻ കുന്തും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, നമ്മുടെ അടിമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ നാം അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിന്റെ എന്തെങ്കിലും അവസ്ഥ നിങ്ങൾക്ക് നിലനിൽക്കുന്നുവെങ്കിൽ, ഖുർആൻ ദൈവികമല്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടുന്നൊക്കെയോ സംഘടിപ്പിച്ചു കൊണ്ടുവന്നതാണെന്നും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ആ ഖുർആനിലുള്ളതിനോട് തുല്യമാകുന്ന ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാവുക. അത് നിങ്ങൾ സ്വന്തം ചെയ്യണമെന്നില്ല, മറിച്ച് അതിന് സഹായികളായി കിട്ടുന്ന നിങ്ങളുടെ ലീഡർമാരെയോ അല്ലെങ്കിൽ പിശാചിനെയോ നിങ്ങളുടെ ദൈവങ്ങളെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് സഹായത്തിന് വിളിക്കാമെന്നും, പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, ഒരിക്കലും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ലെന്നത് വേറെ കാര്യം, അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമാക്കി ഉപയോഗിക്കുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അത് ഈ രൂപത്തിലുള്ള നിഷേധികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ ആധികാരികതയും അതിന്റെ ദൈവികതയും ഒക്കെ മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. സാഹിത്യത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ മനസ്സുകളുടെ മുന്നിൽ വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി നടത്തിയിട്ട് അന്നു മാത്രമല്ല ഇന്നടക്കം ഖുർആനിന്റെ വിരോധികൾക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിച്ചില്ല എന്ന് വന്നാൽ അതിന്റെ അർത്ഥം മാനുഷികമായ കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല വിശുദ്ധ ഖുർആൻ എന്നും, അതുകൊണ്ട് തന്നെ ഇത് ദൈവികമാണെന്നും, ഈ ഖുർആൻ റസൂലുള്ളാഹി മുന്നോട്ട് വെക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള സന്ദേശം, അള്ളാഹുവിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയ അതിന്റെ കൃത്യമായ യോഗ്യതക്ക് അല്ലാഹു തആല തെരഞ്ഞെടുത്ത ശക്തി നബിതങ്ങളാണെന്നും, അങ്ങനെ വരുമ്പോൾ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണെന്നതിന്റെ കൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരാണെന്നും അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടാണ് നബിതങ്ങൾ ഈ കാര്യം സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചതെന്നും ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇന്നലെ നാം സൂചിപ്പിച്ചത്. അതോടൊപ്പം അതിന്റെ അവസാനം അള്ളാഹു പറഞ്ഞു വിശുദ്ധ ഖുർആൻ ദൈവികമാണെന്നും അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്നും സമ്മതിക്കുന്നതിന് വിമുഖത കാണിക്കുന്ന നിങ്ങൾക്ക് ഒന്നുകിൽ ഖുർആനിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ഖുർആന് തത്തുല്യമാകുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ നിഷേധാത്മക നിലപാട് നിങ്ങൾ ഉപേക്ഷിക്കണം. ഇത് രണ്ടും ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ട അള്ളാഹുവിന്റെ നീതി എന്ന നിലക്കുള്ള നരകം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. കാരണം ആ നരകത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം കുറെ മനുഷ്യന്മാരും അതേപോലെ തന്നെ കല്ലുകളുമാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞത് ഈ നിഷേധികളായിട്ടുള്ള മനുഷ്യന്മാരാണ്. അതേസമയത്ത് കല്ലുകൾ ഏതാണ് എന്ന ചർച്ചയിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം ഇവർ അള്ളാഹുവിനെ നിരാകരിച്ച് ദൈവങ്ങളാക്കി കൊണ്ടു നടന്നിരുന്ന ആ ദൈവങ്ങളായി ഉപയോഗിച്ച കല്ലുകളെ ആ നരകത്തിലിട്ട് കത്തിക്കും ഇവരുടെ കൂടെ. അപ്പൊ ആ കല്ലുകളെ നരകത്തിലിട്ട് കത്തിക്കുമ്പോൾ വാസ്തവത്തിൽ ഇവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഒരു വിഷമവും അതേപോലെ തന്നെ അവരുടെ ശിക്ഷയിൽ അങ്ങേയറ്റം മനസ്സ് വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് അള്ളാഹു അത് കാണുന്നത്. ആ കല്ല് തെറ്റ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ് ഈ കല്ലു ഈ ദൈവങ്ങൾ എന്ന് വിശ്വസിച്ചിരുന്ന ആ ജനങ്ങളാണ് സമൂഹത്തിന്റെ മുന്നിൽ എന്ത് പറയണത്,
അള്ളാഹുവിന് പുറമെ ഈ വസ്തുക്കൾ ആരാധ്യ വസ്തുക്കളായി കണ്ടത്, അത് ഇവരുടെ കൂടെ ഇവരെ നരകത്തുനിന്ന് രക്ഷിക്കാനും പടച്ചോന്റെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നിർബന്ധിച്ചു വാങ്ങിക്കൊണ്ടുവരാനും കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ ഈ ദൈവങ്ങള് തന്നെ ഇവരുടെ കൂടെ നരകത്തിൽ കിടന്ന് വെന്തുരുകയാണെങ്കിൽ നമ്മൾ വല്ലാത്തൊരു പെടലാണല്ലോ പെട്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന, നരകത്തിൽ കിടന്ന് കൂടുതൽ വേദനിക്കാനുള്ള ഒരു സംഭവമാക്കി അത് മാറ്റാൻ സാധിക്കും എന്ന് ആണ് പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് ഇന്നലെ നമ്മൾ വിശദീകരിച്ചു. ഇനി നമ്മൾ കാണേണ്ടത് ഈ നരകത്തിന്റെ ഗൗരവതരമായിട്ടുള്ള അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി സ്ഥലങ്ങളിൽ ഖുർആനിൽ തന്നെ അതിന്റെ വിഷയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നരകത്തിന്റെ ഭീതിതമായ സാഹചര്യങ്ങൾ, ശിക്ഷയുടെ ക്രൂരം അങ്ങേയറ്റത്തെ അതിദയനീയമായ സംഭവങ്ങൾ, അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ എത്ര തന്നെ തെളിവുകൾ കൊടുത്തിട്ടും വിശ്വാസത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാൻ തയ്യാറാകാതിരുന്ന സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ മുഴുവനും സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങി, അള്ളാഹുവേ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് നീ ഒരു അവസരം തന്നാൽ ഇത്തരത്തിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായ അബദ്ധങ്ങളും അനുദായ്മകളും ഒഴിവാക്കി ഞങ്ങൾ നല്ല മനുഷ്യന്മാരായി തിരിച്ചു വരാമെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒരിക്കൽ കൂടി ഒറ്റ ചാൻസ് കൂടി ഭൂമിയിലേക്ക് തന്ന് ഞങ്ങളെ ഒന്ന് ഇവിടുന്ന് പറഞ്ഞയക്കണം, ഞങ്ങൾ നന്നാവാനുള്ള ഒരു അവസരം തരണം എന്നവർ കെഞ്ചുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. നരകത്തിൽ കടന്ന് സത്യനിഷേധികളായ ആളുകൾ നരകത്തിൽ കടന്ന അങ്ങേയറ്റം വിഷമകരമായ സാഹചര്യം അനുഭവിച്ച് തൽഫഹു വജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ. സൂറത്തുൽ മുഅ്മിനൂനയുടെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. നരകത്തിൽ കിടന്നുകൊണ്ട് അങ്ങേയറ്റം ഇളിഭ്യരായി ചിരി ഇളിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ, വളരെ നിന്ദ്യമായ ഒരവസ്ഥയിൽ അവരെത്തിപ്പെടും. അപ്പൊ അവർ അള്ളാഹുവിനോട് പറയും, റബ്ബന അഖ്രിജ്നാ മിൻഹ, പഠിച്ചവനെ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്ത് കടത്തിത്ത, ഫൈൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, വീണ്ടും ഞങ്ങൾ ഈ അരുതായ്മകളും കോച്ചറായിത്തരമൊക്കെ ചെയ്തിട്ട് ഈ തെറ്റിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അക്രമികൾ തന്നെ എന്ന് ഞങ്ങൾക്ക് കൂടി വിലയിരുത്താൻ സാധിക്കും. അതുകൊണ്ട് ഒരൊറ്റ ചാൻസ് ഞങ്ങൾക്ക് ഭൂമിയിലേക്ക് നീ മടങ്ങാൻ തന്നാൽ ഞങ്ങൾ നന്നായി തിരിച്ചു വന്നുകൊള്ളാം എന്നവർ അള്ളാഹുവിന്റെ മുന്നിൽ അപരാധങ്ങളൊക്കെ പറഞ്ഞ് കീഴടങ്ങാനുള്ള അവസരം അവർ കണ്ടെത്തും. പക്ഷേ യജമാനനായ റബ്ബിന് അതിനു പറയാനുള്ള മറുപടി ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, നിന്ദ്യരായി ഇളിഭ്യരായി ഈ നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ച് അവിടെ കിടക്കണം, നിങ്ങൾ ഒരക്ഷരം എന്നോട് മിണ്ടിപ്പോകരുത്. കാരണം എന്താ മിണ്ടരുതെന്ന് പറയാൻ കാരണം, ഇന്നഹു കാന ഫരീഖും അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും, എന്റെ ആയത്തുകൾ ഇത്തരത്തിൽ വരാനിരിക്കുന്ന സംഭവങ്ങളെ സവിസ്തരം അപഗ്രഥിച്ചുകൊണ്ടുള്ള എന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടിയില്ലേ? നിങ്ങളുടെ മുന്നിൽ പ്രവാചകന്മാർ അത് ഓതിത്തന്നില്ലേ? അത് ഓതിത്തന്ന സമയത്ത് എന്ത് ചെയ്തു? നിങ്ങളത് പരിഹസിച്ചു, തള്ളി. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. മരിച്ചു മണ്ണായതിനു ശേഷം ഞങ്ങൾക്ക് ഇവിടുന്ന് പുനർജന്മം ഉണ്ടാകാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞു. എന്നു മാത്രമല്ല, സത്യവിശ്വാസത്തിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ആ സത്യവിശ്വാസത്തിന്റെ ചൈതന്യത്തിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിനോട് എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് പഠിച്ചവനെ എന്റെ ജീവിതത്തിൽ അരുതായ്മകൾ പറ്റിപ്പോകാതെ കാക്കണമെന്നും അഥവാ മനുഷ്യ സഹജമായ കാരണങ്ങളാൽ വല്ല തെറ്റുകളും സംഭവിച്ചു പോയെങ്കിൽ അതെനിക്ക് മാപ്പാക്കണമെന്നും കൂട്ടമായി പറഞ്ഞുകൊണ്ടിരുന്ന സത്യവിശ്വാസികളെ കണ്ടപ്പോൾ ഫത്തഖൽതുമുഹും സിഖ്രിയ, അവരെ നിങ്ങൾ പരിഹസിക്കുകയായിരുന്നു ചെയ്തത്. ഈ ചങ്ങാതിമാർക്കൊന്നും ഇനിയും നേരം വെളുത്തിട്ടില്ലേ? ഇത്രയൊക്കെ പുരോഗമിച്ച ഈ കാലത്തും കൂട്ടുപ്രാർത്ഥനയുമായി ദിക്ർ ഹൽക്കയുമായിട്ട് നടക്കുകയാണോ എന്ന് പരിഹസിക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഇഖ്സഊ ഫീഹാ, ആ നരകത്തിൽ നിങ്ങൾ നിന്ദ്യരായി കഴിയണം. ഫലാ തുകല്ലിമൂൻ, എന്നോടൊരു വാക്ക് സംസാരിക്കരുത്, രക്ഷപ്പെടാനുള്ള ഒരു കാര്യവും നിങ്ങൾ ആലോചിക്കരുത് എന്ന് പറയും. ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കാണാം, കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, നരകത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല പണികളും അവർ പയറ്റി നോക്കും. അങ്ങനെ രക്ഷപ്പെടാനുള്ള വഴികൾ പലതും അവർ നോക്കുമ്പോഴൊക്കെ ഉഈദു ഫീഹാ, ആ നരകത്തിലേക്ക് തന്നെ അവരെ വീണ്ടും അടക്കപ്പെടുന്നതാണ്. ആ നരകത്തിൽ എത്തുന്ന സമയത്ത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഓരോ മനുഷ്യന്റെയും ശരീരത്തിന് തന്നെ വല്ലാത്ത വലുപ്പം അല്ലാഹു തആല നൽകും. വല്ലാത്ത വലുപ്പം ഒരാളുടെയും ശരീരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അങ്ങനെ മുഖമൊക്കെ പല്ലൊക്കെ ഉഹദ് മല പോലത്തെ പല്ലുണ്ടാകും എന്ന് പറയുമ്പോ ആ നരകത്തിലെത്തിയ മനുഷ്യൻ വല്ലാത്തൊരു വിഷമകരമായ സാഹചര്യം അനുഭവിക്കും. അത് അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്നൊക്കെ ആണെങ്കിൽ തോന്നും അതൊക്കെ കുറച്ചാണ് കരിഞ്ഞ അതോടുകൂടെ തീരൂലേ. പക്ഷെ അവിടെ അത് തീരൂല. സുമ്മലായ മൂത്തു ഫീഹാ വലാ യഹ്യാ, അവിടെ പിന്നെ ഒരിക്കലും തന്നെ എന്നേക്കുമായി ഒന്നും അറിയാത്ത മരണമുണ്ടാവില്ല. എന്നാൽ സ്വസ്ഥതയുടെയോ സമാധാനത്തിന്റെയോ ഒരു ചെറിയ ജീവിതവും അവർക്ക് ലഭിക്കില്ല. ഈ ഒരവസ്ഥയിൽ ശിക്ഷ തന്നെ അനുഭവിച്ച് കഴിയണം. ഓരോ ശിക്ഷയും ഓരോ സമയത്തും ഒരു പുതിയ അനുഭവമാക്കി മാറ്റാൻ വേണ്ടി
അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ അവരോട് പറയുകയാണ്. ഖുർആൻ അതാ പറയുന്നുണ്ട്, കുല്ലമാൻ അലിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. പ്രിയപ്പെട്ട സഹോദര, ഭൗതിക ലോകത്തെ അവസ്ഥ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒരാൾ തീയിൽ കിടന്ന് കഴിഞ്ഞാൽ അതോടുകൂടെ അയാൾ മരിച്ചു പോകുന്നു, പിന്നീട് ഒരു പ്രശ്നവുമില്ല എന്ന് അവൻ ധരിക്കുന്നു. എന്നാൽ നരകത്തിലെ അവസ്ഥ അങ്ങനെയല്ല. കുല്ലമാൻ നലിജത്ത് ജുലൂദുഹും, അവരുടെ ഓരോ തൊലികൾ കരിയുമ്പോഴൊക്കെയും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, പുതിയ തൊലികൾ അവർക്ക് അല്ലാഹു തആല പകരം നൽകുകയാണ്. ലിയദൂഖുൽ അദാബ്, പടച്ചവന്റെ ശിക്ഷ ശരിക്കും അനുഭവിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കണം, മനുഷ്യന്റെ തൊലി അല്ലാഹു തആല പകരം നൽകുമെന്ന് പറയുന്നു. അപ്പൊ ശിക്ഷയും രക്ഷയും സുഖവും വിഷമവും ഒക്കെ അനുഭവിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സംഗതിയായി അല്ലാഹു തആല വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ചർമ്മം. അതുകൊണ്ട് തന്നെ ഈ ആയത്തുകളൊക്കെ കണ്ടപ്പോ ബുദ്ധിപരമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന പല ആളുകളും ഈ ഖുർആൻ ഒരിക്കലും തന്നെ മനുഷ്യ നിർമ്മിതമല്ലെന്നും ഇത് ത്രികാലജ്ഞാനിയായ തമ്പുരാന്റെ വാക്കാണെന്നും പ്രഖ്യാപിക്കാൻ, അങ്ങനെ ഇസ്ലാമിന്റെ മഹിതമായ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ ചിലർക്കെങ്കിലും ഇത്തരത്തിലുള്ള ആയത്തുകളുടെ പരാമർശനങ്ങൾ കാരണമായിട്ടുണ്ടെന്ന് കൂടി ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. ശിക്ഷയുടെ ആ ചൂരും അതല്പം പോലും കുറഞ്ഞു പോകാതെ ഓരോ സമയത്തുള്ള ശിക്ഷയും പുതിയ അനുഭവമായി മാറും വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അങ്ങേയറ്റം പരീക്ഷിക്കുന്ന ഘട്ടമാണത്. അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ എത്തിപ്പെടാതിരിക്കാനുള്ള മുൻകരുതലാണ് വിശ്വാസി എടുക്കേണ്ടത്. ഇവിടെ ഖുർആൻ ഉഇദ്ദത്തിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് ഖുർആൻ നരകമെന്ന് പറഞ്ഞു. അപ്പൊ ഈമാനുള്ളവരാരും നരകത്തിൽ കടക്കില്ല എന്നതിനർത്ഥമില്ല. മറിച്ച് ശാശ്വതമായ സ്വഭാവത്തിൽ നരകത്തിൽ കിടക്കുന്നത് ഈ കാഫിരീങ്ങളാണെന്നാണ് പറഞ്ഞത്. അതേസമയത്ത് വിശ്വാസത്തിന്റെ ഒരു കണികയെങ്കിലും മനസ്സിന്റെ ഏതെങ്കിലും കോണിലുള്ളവൻ അവനതാ അവസാനമായിട്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അമ്പിയാക്കളുടെ റസൂലുള്ളാഹിന്റെ ശുപാർശ മുഖേന, മറ്റ് നബിമാരുടെ ശുപാർശ മുഖേന, ഔലിയാക്കളുടെ ശുപാർശ മുഖേന, സ്വാലിഹീങ്ങളുടെ ശുപാർശ മുഖേന ശുപാർശ ചെയ്യാൻ അധികാരം അല്ലാഹു തആല നൽകുന്ന എല്ലാ വ്യക്തിത്വങ്ങളുടെയും വസ്തുക്കളുടെയും ശുപാർശ മുഖേന അതുമായി ബന്ധപ്പെടുത്തിയൊക്കെ പലരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അഥവാ അടിസ്ഥാന ഈമാനുള്ളവർ കാലാകാലം നരകത്ത് കടക്കൂല. അപ്പൊ ഉഇദ്ദത്തിൽ കാഫിരീങ്ങൾക്ക് തയ്യാർ ചെയ്തു എന്ന് പറഞ്ഞാൽ കാലാകാലത്തേക്കുള്ള ശിക്ഷ എന്ന നിലക്ക് അവർക്ക് വേണ്ടിയാണ് ഒരുക്കിയത്. അതേസമയത്ത് തൽക്കാലം ഒരു റിമാൻഡ് കാലാവധി തീരുന്നത് വരെ സത്യവിശ്വാസികൾ തന്നെ, പക്ഷേ അവർക്ക് നേരെ സ്വർഗത്ത് പോകാൻ ആവശ്യമായിട്ടുള്ള പാസുമാർക്കുണ്ടായില്ല. ജീവിതത്തിന്റെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ പല അരുതായ്മകളും തൗബ ചെയ്തു മാപ്പാക്കാത്തതിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ച് കഴിയേണ്ട ഒരവസ്ഥയുണ്ടെങ്കിൽ അവരെ തൽക്കാലത്തേക്ക് അല്ലാഹു തആല റിമാൻഡ് ചെയ്യുകയാണ് നരകത്തിലേക്ക്. ആ റിമാൻഡ് കാലാവധി തീരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ജാമ്യത്തിലെടുക്കാൻ അമ്പിയാക്കളോ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളോ മഹാന്മാരോ വരുന്നതിനനുസരിച്ച് അല്ലാഹു തആല കുറെ ആളുകളെ രക്ഷപ്പെടുത്തും. എന്നിട്ട് എല്ലാവരും രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. പക്ഷേ റെക്കമെന്റിന് ഒരാളും വരാനില്ലാത്ത, ഒരു കെയർ ഓഫും അവകാശപ്പെടാനില്ലാത്ത ഹതഭാഗ്യനായ മനുഷ്യൻ പക്ഷേ മനസ്സിന്റെ ഏതോ ഒരു കോണില് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തിന്റെ ആ മഹിതമായ ആശയം ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളെ കുറിച്ച് നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല തന്നെ പറയും ഒരു ഘട്ടത്തിൽ, അമ്പിയാക്കൾ ശുപാർശ ചെയ്തു, ഔലിയാക്കൾ ശുപാർശ ചെയ്തു, സാലിഹീങ്ങൾ ശുപാർശ ചെയ്തു, എല്ലാ മഹത്തുക്കളും ശുപാർശ ചെയ്തു. ഫലം യബ്ഖ ഇല്ലാ അർഹമുർ റാഹിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അങ്ങനെ നരകത്തിൽ നിന്ന് അല്ലാഹു തആല ഈമാനിന്റെ ഒരല്പമെങ്കിലും മനസ്സിലുള്ള മുഴുവൻ ആളുകളെയും ഒരൊറ്റ രക്ഷപ്പെടുത്തും. ആ ഔട്ട് പാസിന് ശേഷം പടച്ചവന്റെ ഒരു പ്രഖ്യാപനം വരും, അസ്ഹാബൽ ജന്നത്തി ഖുലൂദൻ ഫിൽ ജന്ന വഅസ്ഹാബൻ നാരി ഖുലൂദൻ ഫിന്നാർ. സ്വർഗാവകാശികളെ നിങ്ങൾ കാലാകാലം സ്വർഗത്തിൽ തന്നെ, ഇനി നരകാവകാശികളെ നിങ്ങൾ കാലാകാലം നരകത്തിൽ തന്നെ. അഥവാ നരകത്തിലുള്ള പലർക്കും രക്ഷപ്പെട്ടു പോകാനുള്ള അവസരങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ എല്ലാവരും കാണുന്നുണ്ട്.
പലരെയും വന്ന് റിലീസാക്കി കൊണ്ടുപോകുന്നുണ്ട്. അമ്പിയാക്കൾ വന്ന് രക്ഷപ്പെടുത്തുന്നു, ഔലിയാക്കൾ വന്ന് രക്ഷപ്പെടുത്തുന്നു. എന്നാൽ അങ്ങനത്തെ രക്ഷപ്പെടുത്തലിനൊന്നും ഒരാളും വരാതെ കാത്തുനിന്ന കുറെ ആളുകൾ, കെയർ ഓഫ് ഒന്നുമില്ലാത്ത ആളുകൾ, അവരെയും അല്ലാഹു തആല അവസാനമായി അടിസ്ഥാന ഈമാൻ ഖൽബിൽ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെടുത്തി. ഇനി അതാ ഉള്ള ആളുകൾക്ക് ഒരു പ്രതീക്ഷ നൽകാതെ ഇനി ഒരൊറ്റാളെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്ന പ്രശ്നമില്ല എന്നറിയിക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് അസ്ഹാബന്നാരി ഖുലൂദൻ ഫിന്നാർ, നരകക്കാരെ നിങ്ങൾ ശാശ്വതമായി നരകത്തിലാണ്. ഈ പ്രഖ്യാപനം അങ്ങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നരകത്തിലുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ നരകത്തിൽ ചെന്നുപെട്ട മനുഷ്യൻ അവൻ അവിടെ വെച്ചിട്ട് വല്ലാതെ കുമ്പസരിക്കും, പക്ഷേ ഒരു കാര്യവുമില്ല. ലൗ കുന്നാ നസ്മഉ ഔ നാഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, സത്യനിഷേധികളായ ആളുകൾ നരകത്തിൽ ചെന്നുപെടുമ്പോ, അല്ലയോ ജനങ്ങളെ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും ഈ നരകത്തെക്കുറിച്ച് നിങ്ങളെ തെര്യപ്പെടുത്താനും അങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മുൻകരുതലുകൾ എടുക്കാനും വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്താൻ ആവശ്യമായ പ്രചോദനം നൽകാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലായിരുന്നോ? സുവിശേഷം അറിയിക്കാനും അതേപോലെ തന്നെ താക്കീത് നൽകാനും പ്രവാചകന്മാർ വന്നില്ലായിരുന്നുവോ? അവർ പറയുകയാണ് അവിടെ വെച്ച്, അതെ അവരൊക്കെ വന്നിരുന്നു, പ്രവാചകന്മാർ പലതും പറഞ്ഞു, കാര്യങ്ങളൊക്കെ അവർ വസ്തുനിഷ്ഠമായി വിശദീകരിച്ചു, പക്ഷേ ഞങ്ങൾക്കന്ന് ബോധമുണ്ടായില്ല. ലൗ കുന്നാ നസ്മഉ, കാര്യങ്ങൾ യഥാവിധി ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഔ നഖിലു, അല്ലെങ്കിൽ വിഷയങ്ങളുടെ യാഥാർത്ഥ്യം ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഒരിക്കലും തന്നെ ഈ നരകാവകാശികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമായിരുന്നില്ല. പക്ഷെ അതൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ടു എന്ന് പറയുന്ന ദുരവസ്ഥ, അതിദയനീയമായിട്ടുള്ള രംഗം, അത് എത്തിപ്പെടാതിരിക്കാൻ ഓരോ സത്യവിശ്വാസിയും എപ്പോഴും റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. പടച്ചവനെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ചോദിക്കണം. പ്രത്യേകമായ സന്ദർഭങ്ങൾ അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അത്തഹിയാത്തിന് ശേഷം നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, റസൂലുള്ള പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്ന് നമുക്കൊക്കെ അറിയാമല്ലോ പ്രിയമുള്ളവരെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അവിടെ കണ്ടോ, ഖബറിന്റെ ശിക്ഷയെ തൊട്ടും അതേപോലെ നരകത്തിന്റെ ശിക്ഷയെ തൊട്ടും അള്ളാഹുവോട് കാവല് തേടുന്നു മനുഷ്യൻ. ആ കാവല് തേടൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ തഹിയാത്തിലും, ഇത് സുന്നത്ത് നിസ്കാരത്തിലും അത്തഹിയാത്തിന്റെ നിർബന്ധ ഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്വലാത്തോടുകൂടെ അവസാനിപ്പിക്കാതെ ഇതാ ഈ പ്രാർത്ഥന അത് പ്രത്യേകമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദര. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചുള്ള കുംഭസാരത്തിന് വിലയുണ്ടാകില്ല. രക്ഷപ്പെടാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതൊക്കെ ഇവിടെ വെച്ചാണ്. പാശ്ചാത്താപത്തിന്റെ വീടിതാണ്. ഇവിടെ വെച്ച് പാശ്ചാത്തപിച്ച് നന്നാകാൻ തീരുമാനിച്ചാൽ അരിതായ്മകൾ പറ്റിപ്പോയവരെ കൂടി ഏറ്റെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ നരകത്തിൽ ആപ്പതിച്ചു പോകുന്നതിന് മുമ്പേ, ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുന്നതിന് മുമ്പേ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ പാശ്ചാത്തപിച്ച ആ രേഖകൾ ക്ലിയറാക്കി മുന്നോട്ട് പോകാനുള്ള നിർബന്ധ ബുദ്ധി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. പഠിച്ചവനെ, നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് ശക്തിയില്ല, അതേസമയത്ത് സ്വർഗത്തിൽ പോകാനുള്ള ഞാൻ ക്വാളിഫൈഡ് അല്ല. അതുകൊണ്ട് ഇത് രണ്ടിന്റെയും ഇടക്ക് നിന്റെ മഹത്തായ അനുഗ്രഹത്താൽ എന്നെ നീ രക്ഷപ്പെടുത്തണമെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും പ്രവർത്തനത്തിൽ അതിനാവശ്യമായിട്ടുള്ള സഹായകമായ ശൈലി സ്വീകരിക്കുകയും ചെയ്യല് അത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. മുൻഗാമികളൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഖൽബും ഈമാനികമായി ഉയർത്തിത്തരികയും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മാക്സിമം നന്നാക്കി തെറ്റിൽ നിന്നു മാറി നരകത്തിലേക്ക് പ്രവേശിക്കാതെ തന്നെ സ്വർഗപ്രവേശനം കൊണ്ട് അല്ലാഹു തആല നമ്മയും നമ്മുടെ വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇങ്ങനെ ഖുർആൻ നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ പൊതുവിൽ ഖുർആന്റെ ഒരു ശൈലിയാണ് ഉടനെ തന്നെ സ്വർഗത്തെക്കുറിച്ച് പറയും. അതാണ് ഇനി 25-ാമത്തെ സൂറത്തുൽ ബഖറയുടെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. വബശ്ശിരില്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വഅമിലുസ് സാലിഹാത്തി, സൽപ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്ത ആളുകൾക്ക്. അപ്പൊ സത്യവിശ്വാസവും വേണം, ആ സത്യവിശ്വാസത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും വേണം. എനിക്ക് ഈമാനുണ്ട്, ഇനി ബാക്കിയൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെക്കരുത്. അങ്ങനെ ബാക്കിയൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റിമാൻഡ് കാലാവധി തീരോളം എവിടെ കിടക്കേണ്ടി വരാ.
നരകത്തിൽ കിടക്കേണ്ടി വരിക. അതുകൊണ്ട് സത്യവിശ്വാസി ശരിക്കും രക്ഷപ്പെട്ടവന്റെ റൂട്ട് സ്വീകരിക്കാനാണ് എല്ലാ സമയത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അല്ലെ ഖുർആൻ പറഞ്ഞ് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അല്ലേ, 4 ഗുണങ്ങൾ രക്ഷപ്പെട്ടവർക്ക് അല്ലാഹു തആല പറഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട ഗുണമാണ്: 1, സത്യവിശ്വാസം സ്വീകരിക്കണം; 2, അതിനനുസരിച്ച് സൽപ്രവർത്തനത്തിൽ സജീവത ഉണ്ടാകണം. അപ്പൊ ഈ 2 സംഗതിയുള്ള ആളുകൾക്ക് നബിയെ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വിശ്വാസത്തിന്റെ മഹിമ നഷ്ടപ്പെടാതിരിക്കണം. അപ്പൊ എന്റെ വിശ്വാസം അത് ബിദ്അത്ത് കലരാത്തതാണ്, അഥവാ പാരമ്പര്യ വിശ്വാസത്തിന്റെ ശൈലിയിൽ നിന്നൊട്ടും പുറകോട്ട് പോയിട്ടില്ല, അഥവാ ഞാനൊരു കറകളഞ്ഞ സുന്നിയാണ്, ആ സുന്നിക്ക് വേണ്ട വിശ്വാസങ്ങൾ എനിക്കുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എന്തെങ്കിലും ആയിക്കോട്ടെ, നിസ്കരിച്ചാൽ മതി എന്ന നിലപാടെടുക്കാൻ പറ്റൂല എന്നർത്ഥം. അതവിടെ ബശ്ശിരില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് നബിയെ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വഅമിലു സാലിഹാത്തി, സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക്. അപ്പൊ 2 കൂടി ഉള്ളവർക്കാണ് ഈ സന്തോഷ വാർത്തക്ക് അർഹത ഉള്ളത്. അതുകൊണ്ട് ഞാൻ ആ കൂട്ടത്തിൽ പെടണമെന്ന നിർബന്ധ ബുദ്ധി ഓരോ വിശ്വാസിക്കും വേണ്ടതാണ്. എന്താ സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്? അന്നലഹും, നിശ്ചയം അവർക്കുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കണം. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, അതിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ചില സ്വർഗങ്ങളുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കണം. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ, അതവർക്ക് ലഭ്യമാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. ആ സ്വർഗത്തിൽ അവരെത്തിപ്പെട്ടാൽ കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിൻ, ആ സ്വർഗത്തിൽ അവർക്ക് ഏതൊരു പഴം നൽകപ്പെടുമ്പോഴും ഭക്ഷണമായി, കുല്ലമാ റുസിഖു മിൻഹ, ആ തോട്ടങ്ങളിൽ നിന്ന്, ആ സ്വർഗത്തിൽ നിന്ന് അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം, മിൻ സമറത്തിൻ, ഏതൊരു പഴവും, ജിസ്ഖൻ, ഭക്ഷണമായി നൽകപ്പെടുമ്പോഴെല്ലാം, ഖാലു, അവർ പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു, ഇത് തന്നെയല്ലേ ഞങ്ങൾക്ക് മുമ്പും നൽകപ്പെട്ടത് എന്നവർ പറയും. വാസ്തവത്തിൽ വ ഉതൂബിഹി മുതശാബിഹൻ, ഇവകൾ സാദൃശ്യമായ, പരസ്പരം സാദൃശ്യമുള്ള നിലയിൽ അവർക്ക് നൽകപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് അതൊരിക്കലും തന്നെ അതിന്റെ ടേസ്റ്റിലും അതിന്റെ സ്വഭാവത്തിലും ഒരേപോലെ ആയിരിക്കില്ല. ബാഹ്യമായ രൂപം നോക്കുമ്പോൾ ഒരേപോലെയാണെന്ന് തോന്നിയാലും ഓരോ പഴത്തിന്റെയും ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും. സ്വർഗത്തിലെത്തിപ്പെട്ട മനുഷ്യൻ ഒരിക്കൽ അനുഭവിച്ച സാധനത്തിന്റെ ടേസ്റ്റ് ആയിരിക്കില്ല അടുത്ത തവണ. ഇപ്പോൾ ആപ്പിൾ കഴിച്ചാൽ അടുത്ത തവണ ആപ്പിൾ കിട്ടുമ്പോൾ ആ ആപ്പിളും രൂപത്തിൽ ഇതേപോലെ ഉണ്ടാകും. അതേസമയത്ത് ഒരിക്കലും തന്നെ ആ മുമ്പത്തെ ആപ്പിളിന്റെ ടേസ്റ്റ് അല്ലാത്ത ഒരു പുതിയ ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. അപ്പൊ ഓരോ സമയത്തും സ്വർഗത്തിലെത്തിപ്പെട്ടവൻ അനുഭവിക്കുന്നത് പുതിയ പുതിയ അനുഭവങ്ങളാണ്, പുതിയ പുതിയ സന്തോഷങ്ങളാണ്, പുതിയ പുതിയ ടേസ്റ്റുകളാണ്. അതാ പറഞ്ഞത്, അവർക്ക് ഭക്ഷണം നൽകപ്പെടുമ്പോഴെല്ലാം അവർ ഇത് തന്നെയല്ലേ മുമ്പ് നൽകപ്പെട്ടതെന്ന് ചോദിക്കും. പക്ഷെ അവർക്ക് രൂപത്തിൽ മാത്രം സാദൃശ്യപ്പെട്ടത് നൽകപ്പെട്ടിരിക്കുകയാണ്. വലഹും ഫീഹാ അസ്വാജും മുതഹറത്തുൻ, അവർക്കവിടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാക്കപ്പെട്ട ഇണകളുണ്ട്. വഹും ഫീഹാ ഖാലിദൂൻ, അവർ അവിടെ നിത്യവാസികളായി താമസിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? അപ്പൊ 2-3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, സത്യവിശ്വാസികളും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളും, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുമെന്ന് ഏറ്റിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഈമാൻ ശരിയാവണം. ആ ഈമാനിന്റെ താല്പര്യത്തിനനുസരിച്ച കർമ്മങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് ഈമാൻ ഉണ്ട്, കർമ്മങ്ങളൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കരുത്. മറിച്ച് ബാധ്യതകളൊക്കെ നമ്മൾ നിർവഹിക്കണം, പുണ്യങ്ങളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ഈമാനികമായിട്ടുള്ള ഗ്രാഫ് കൂടാൻ ആവശ്യമായ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ ഒരു ചെറിയ സൽക്കർമ്മം പോലും നിസ്സാരമാക്കി നമ്മൾ തള്ളാൻ പാടില്ല. മനസ്സിലായില്ലേ? നിസ്സാരമാക്കി നമ്മൾ തള്ളരുത്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മകളിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമാക്കരുത്. കാരണം എന്താ? ചിലപ്പോ നമ്മുടെ പരലോകത്ത് കൃത്യമായ വിചാരണകൾ നടക്കുമ്പോ ഒരു ചെറിയ മാർജിനിലാണ് നമ്മളെ തിന്മക്ക് മുൻതൂക്കം വരുന്ന ഒരു അവസ്ഥ ഉണ്ടായതെങ്കിൽ മനുഷ്യരത് സഹിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോ ചെറിയ മാർജിനിൽ തോറ്റ സ്ഥാനാർത്ഥികൾക്കും ഭയങ്കര സങ്കടം ഉണ്ടാകുക. 10-25,000 വോട്ടിനൊക്കെ തോറ്റാല് എന്തായാലും ഞാൻ കഠിനാധ്വാനം ചെയ്താലും അത് രക്ഷപ്പെടൂലായിരുന്നു എന്നുള്ളൊരു സമാധാനം കിട്ടും, തോറ്റയിൽ വിഷമമുണ്ടെങ്കിലും. അതേസമയത്ത് 2 വോട്ടിന് ഒരാൾ തോറ്റു നോക്കുക, 2 വോട്ടിനൊക്കെ ഒരാൾ തോറ്റാൽ ആ ചെങ്ങാതിക്ക് സങ്കടം തീർത്താൽ തീരില്ല. കാരണം എന്താ? ഇവന്റെ കുടുംബത്തിൽ തന്നെ
ഇലക്ഷൻ എടുത്തുകൊണ്ടുപോകാൻ പറ്റിയ ഒരു 3 തള്ളാരുണ്ടായിട്ടുണ്ടാവും. അതിനൊന്നും വെറുതെ ഇടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ വിട്ടതാ. അപ്പൊ അതിൽ 2 തള്ളാരെ കൊണ്ടുപോയതെങ്കിൽ എന്താകുമായിരുന്നു? ഓരോ വോട്ട് തിരിച്ച് ഓരോ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പുറത്തേക്ക് വരുമായിരുന്നു. പടച്ചോനെ അതകിട്ട് ആലോചിച്ച് നോക്കിയാല് ഈ 2 വോട്ടിന് താൻ തോറ്റുപോണ സമയത്ത് ഒരു ചെറിയ ശ്രദ്ധയും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ പിടിച്ചു കയറാമായിരുന്നു എന്ന് ആലോചിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു വേദനല്ലേ? അതേ അവസ്ഥ എവിടെ ഉണ്ടാവും? നന്മയും തിന്മയും ഇങ്ങനെ തൂക്കുമ്പോ ചെറിയ മാർജിനിൽ ഒരാൾ പരാജയപ്പെട്ടാൽ അപ്പോഴവൻ ആലോചിക്ക, റബ്ബേ ഒരു 2 സുബ്ഹാനല്ലയും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 സ്വലാത്തും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കൊരു പ്രയാസമല്ലാതെ അക്കരെ കടക്കാമായിരുന്നു, രക്ഷപ്പെട്ടു പോകാമായിരുന്നു. അതുകൊണ്ട് നന്മകൾ എപ്പോ ചെയ്യാൻ അവസരം കിട്ടുമ്പോഴും അതൊന്നും നമ്മൾ നിസ്സാരാക്കി തള്ളരുത്. അതൊരു സുന്നത്തല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഒന്നും നമ്മൾ ഒഴിവാക്കരുത്. മറിച്ച് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടതൊക്കെ സൽക്കർമ്മത്തിന്റെ പ്രാമുഖ്യം നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. അല്ലേ? അധ്വാനിക്കാനാണ് അല്ലാഹു തആല നമ്മളെ ഇവിടേക്ക് അയച്ചത്. ഇവിടെ നമ്മൾ പണിയെടുക്കണം. ആ പണിയുടെ പ്രതിഫലം നൽകാനുള്ള സ്ഥലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പണിയെടുക്കുന്നിടത്ത് അലംഭാവം നമ്മുടെ ആത്മീയമായ അപജയത്തിന് കാരണമാകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഒരു സംഗതി സുന്നത്താണെന്ന് അറിഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അലംഭാവം ഉണ്ടാകരുത്, വൈമനസ്യം തോന്നരുത്. മുമ്പൊരിക്കാൻ സൂചിപ്പിച്ചില്ലേ, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഓരോ നിസ്കാരത്തിന്റെയും സുന്നത്തുകൾ, യുഖീമുന സ്വലാത്ത പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഓരോ നിസ്കാരത്തിന്റെയും സുന്നത്തുകൾ, അതേപോലെ തന്നെ ഓരോ നിസ്കാരത്തിന്റെയും മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ, നിസ്കാരത്തിലുള്ള ആദാബുകൾ, ഒന്നുടുക്കുമ്പോ അവിടെയുള്ള സുന്നത്തുകൾ, ഇസ്ബാഗുൽ വുളു പൂർണ്ണമായി മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒന്നുടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുടുക്കുക എന്നുള്ളത് നമ്മളൊക്കെ പലപ്പോഴും ഇപ്പൊ എന്താ വെച്ചാൽ ഒരു മിനി ഒന്നു, തൽക്കാലം ബാധ്യത വീടാൻ ആവശ്യമായ നിർബന്ധങ്ങൾ മാത്രം എല്ലാത്തിലുള്ള ഈ എളുപ്പ വഴി നോക്കണ കൂട്ടത്തിൽ അതിൽ ആ വഴി നോക്കണ സ്വഭാവമാണ് പലപ്പോഴും നമുക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുന്നില്ല. സൽക്കർമ്മത്തിന്റെ ആധിക്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിന് പുഴുക്കുത്ത് വരാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് ഒരിക്കലും തന്നെ പുറകോട്ട് പോകാത്തൊരു സ്വഭാവം നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോകണം. അപ്പോഴേ ഈമാനോടുകൂടെ മരിക്കാൻ സാധിക്കൂ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. കാരണം എന്താ? ആഖിബത്ത് മോശാവാനുള്ള, അവസാനം ചീത്തയായി മരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണുന്ന ഒരു സംഗതിയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്, പുത്തൻ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും. അപ്പൊ ഈ പുതിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയാൽ എന്തിലായാലും എന്താ നിസ്കരിച്ചാൽ പോരെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. മറിച്ച് ബിദ്അത്ത് മനസ്സിൽ വന്നാൽ സൂഉൽ ഖാത്തിമയുടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അവസാനം മോശമായി മരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നത് ഗൗരവത്തിൽ നമ്മൾ കാണണം. അപ്പൊ ഏതായാലും ശരി, ഒന്നാമത്തെ സംഗതി അതാണ്. അപ്പോ സത്യനിഷേധികൾ പരലോക ജീവിതത്തിൽ നേരിടുന്ന ശിക്ഷയെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ സജ്ജനങ്ങൾക്ക് പരലോകത്ത് നൽകുന്ന അനുഗ്രഹങ്ങളെ ഈ വാക്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. നരകത്തെ പോലെ തന്നെ സ്വർഗവും അദൃശ്യ ലോകങ്ങളിൽപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ വിവരണങ്ങൾ അത് പോയി കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് എന്തോ അത് ഉൾക്കൊള്ളുന്നല്ലാതെ നമുക്കൊരിക്കലും തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിന് വിശകലനം കണ്ടെത്താൻ സാധ്യമല്ല. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു നമ്മളെ അറിയിച്ചിട്ടുണ്ടല്ലോ, അയദത്തുൽ ഇബാദി, എന്റെ അടിമകൾക്ക് വേണ്ടി, എനിക്ക് അടിമപ്പണിയെടുത്ത നല്ലവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണിനും കാണാനോ ഒരു കാതിനും കേൾക്കാനോ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഊഹിക്കാനോ സാധിക്കാത്തത്ര സൗകര്യങ്ങൾ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഖുദ്സിയായ ഹദീസിൽ. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ അവസ്ഥകൾ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് തന്നത് അത് ഉൾക്കൊള്ളാനല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും തന്നെ നമുക്ക് പോകാൻ സാധ്യമല്ല എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തൊക്കെയായാലും ശരി, ഭൗതികമായി നമ്മൾ മനസ്സിലാക്കുന്ന, ഇപ്പൊ ഇവിടെ തന്നെ കുല്ലമാർ ഉസുഖു മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ, നിങ്ങൾക്ക് സ്വർഗത്തിലുള്ള പഴങ്ങൾ ഭക്ഷണമായി നൽകപ്പെടുമ്പോഴെല്ലാം ഇതല്ലേ മുമ്പ് നൽകപ്പെട്ടത് എന്ന ചോദ്യത്തിന്റെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ 2 നിരീക്ഷണം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും മുഫസ്സിറുകൾ. ഒന്ന്, സ്വർഗത്തിൽ തന്നെ നേരത്തെ കഴിച്ചതിനോട് തുല്യമാണെന്ന് തോന്നുമെന്ന്. രണ്ടാമത്തത്, ഭൂമിയിൽ നിന്ന് കിട്ടിയതുപോലത്തെ തന്നെയാണോ ഇവിടെ വന്നപ്പോഴും കിട്ടുന്നത്? അവിടുന്ന് തന്നെ ഇവിടുന്ന് വെച്ചെങ്കിൽ പിന്നെ സ്വർഗത്തിൽ വരേണ്ടായിരുന്നോ
എന്ന അർത്ഥത്തിലാണ് ആ ചോദ്യം വരാന്നും. എന്താണെങ്കിലും ശരി, അങ്ങനെ ഭൂമിയിൽ നിന്ന് കിട്ടിയതിന് തത്തുല്യമായി തോന്നുന്നുവെങ്കിൽ അത് രൂപത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ടേസ്റ്റിൽ വ്യത്യസ്തമായിരിക്കും. ഇനി സ്വർഗത്തിൽ നിന്ന് തന്നെ ഇന്നലെ കിട്ടിയതുപോലത്തത് ഇന്ന് കിട്ടിയാൽ അതും അങ്ങനെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ഒന്നിനെയും ഈ ലോകത്തുള്ളതിനോടും കമ്പയർ ചെയ്യാൻ പറ്റൂല. ഇവിടെ കിട്ടുന്നതിനോട് നമ്മൾ പേരുകൊണ്ട് പറഞ്ഞാൽ ആപ്പിള് മുന്തിരി എന്നൊക്കെ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് പറഞ്ഞ പേരുകൊണ്ട് പറയണത് മാത്രമാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ അതിന്റെ വിഷയത്തിൽ യാതൊരുവിധ പിന്നെ സ്വഭാവവും സാദൃശ്യമായിട്ടുള്ള അവസ്ഥയും ഇല്ല എന്നത് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെത്തിയ ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊന നുസുലൻ മിൻ ഗഫൂരിർ റഹീം. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിൽ കരുതുമ്പോഴേക്ക് സാധനം മുമ്പിൽ വന്ന് അവിടെ നിന്നിട്ടുണ്ടാകും. അതാ എന്താണ് വേണം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്ക് അത് അവിടെ എത്തിപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞില്ലേ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയത് ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി വെച്ചതിനെ കുറിച്ച് ഇവിടുന്ന് ഒരിക്കലും തന്നെ ഒരാൾക്ക് വർണ്ണിക്കാനോ ഊഹിക്കാനോ സാധ്യമല്ലാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുകയാണ്. എത്രയോ ആയത്തുകളിൽ ഈ സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. ഇനിയും നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികൾക്ക് ഒരുക്കി വെച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് സൂറത്ത് മുഹമ്മദിന്റെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളെ പോലെ സത്യവിശ്വാസികൾ അല്ലാഹു ആക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് മസലുൽ ജന്നത്തില്ലത്തി ഉഴുതൽ മുത്തഖൂൻ, സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ ഉപമ അതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു പറയാ, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംദിൻ ലസ്സത്തിൻ ലിശ്ശാരിബീൻ വഅൻഹാറും മിൻ അസലിൻ മുസഫാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സ്വർഗത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിച്ച മുത്തഖീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിൽ ഒരിക്കലും തന്നെ ഗുണഭേദം വരാത്ത ശുദ്ധജലം, വഅൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, അവിടെയുള്ള അതിന്റെ സ്വഭാവത്തിനോ ഗുണത്തിനോ മാറ്റം വരാത്ത ശുദ്ധമായിട്ടുള്ള ജലം ഉൾക്കൊള്ളുന്ന നദി. അതുപോലെ തന്നെ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചി വ്യത്യാസപ്പെടാത്ത അഥവാ മോശമായ ടേസ്റ്റിലേക്ക് എത്തിയിട്ട് ഇത് പോയി, നമ്മൾ പറയില്ലേ ചിലപ്പോ ചില സാധനമൊക്കെ ഇത് പോയിട്ടുണ്ട്, ഇത് ഇനി തിന്നാൻ പറ്റൂല അല്ലെങ്കിൽ കുടിക്കാൻ പറ്റൂല എന്നൊക്കെ പറയില്ലേ, ആ വിധത്തിൽ ഒരിക്കലും തന്നെ സംഭവിക്കാത്ത ഡേറ്റ് കഴിഞ്ഞു എന്ന് പറയേണ്ടതില്ലാത്ത വിധത്തിലുള്ള പാലിന്റെ നദികളും അവിടെയുണ്ട്. അതേപോലെ തന്നെ വഅൻഹാറും മിൻ ഖംദിൻ ലസ്സത്തിൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ശരിക്കും രുചികരമായിട്ടുള്ള മദ്യത്തിന്റെ നദികളും സ്വർഗത്തിലുണ്ട്. കുടിക്കുന്നവർക്ക് ഇവിടത്താണെങ്കിൽ കുടിക്കണമെങ്കിൽ എത്ര ഇടങ്ങാറാണ് മനുഷ്യൻ അല്ലെ. കുടിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല, അവർ കുടിച്ചിട്ട് മൂക്കൊക്കെ പൊത്തിയിട്ട് ആദ്യമൊക്കെ കുടിച്ചു തുടങ്ങുക, പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴും കുടിച്ച് തീരുമ്പോ തന്നെ എന്തെങ്കിലും ഒന്ന് അച്ചാറോ മറ്റോ അണ്ണാക്കിലേക്ക് തേച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ഛർദിക്കുന്നുള്ള അവസ്ഥ വരും. എന്നാലും ശരി കഷ്ടപ്പെട്ട് കുടിക്കുക. അതുകൊണ്ട് ആ കുടിക്കണതിനെ പറ്റി പറഞ്ഞപ്പോ പണ്ടൊരു കുടിയാൻ പറഞ്ഞ് എന്ത് എടാ അനക്ക് അറിയോ ഞാൻ എത്ര ഇടങ്ങേറായിട്ടാ ഇത് കുടിക്കണെന്ന് അറിയോ, മനസ്സിലായില്ലേ. ഓനാരോ ഇത് കുടിച്ചിട്ടില്ലെങ്കിൽ ഓനെ ജയിലിൽ പോണ മാതിരിത്തെയാണ് ഓരോരുത്തരെ കാട്ടിക്കൂട്ടല്. ഇവിടുത്തെ കുടിയുടെ സംഗതി അങ്ങനെ, അവിടുത്തെ മദ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിലും ശരി കുടിച്ചു കഴിയുമ്പോ മനുഷ്യന്റെ ബോധം പോകുന്നു, അവന്റെ ആത്മാഭിമാനം തകരുന്നു, അവന്റെ സമ്പത്ത് നശിക്കുന്നു, അവന്റെ കുടുംബജീവിതം കോഞ്ഞാട്ടയാകുന്നു, അതേപോലെ തന്നെ സമൂഹത്തിൽ അവനുള്ള മാന്യത ഇല്ലാതാകുന്നു, മൃഗവും അവരും തമ്മിലുള്ള എല്ലാ വ്യത്യാസവും മറന്ന് അവന്റെ ബുദ്ധിയുടെയും വിവേകത്തിന്റെയും അവസ്ഥ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ മദ്യത്തിന്റെ ദുരവസ്ഥകൾ ഒട്ടനവധി നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച മദ്യം, ആ മദ്യത്തിന്റെ അവസ്ഥ എന്താണ്? ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത് വഅൻഹാറും മിൻ ഖംദിൻ ലസ്സത്തിൻ ലിശ്ശാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക് ശരിക്കും രസം നൽകുന്ന. മറ്റു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇത് കുടിച്ചാൽ ഒരിക്കലും തന്നെ അവർക്ക് ലഹരി ബാധിച്ച് ബോധം പോകുന്ന ദുരവസ്ഥയുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിലെ ശുദ്ധമായ മദ്യം കുടിക്കാൻ ഭൗതിക ലോകത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കാൻ സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ, ഭൗതിക ലോകത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചെറുപ്പക്കാർക്കിടയിലും മറ്റുമൊക്കെ
നന്നായി നിസ്കരിച്ചു നോമ്പെടുത്തൊക്കെ നടക്കുന്ന ആളുകൾക്ക് പോലും ചില പ്രത്യേക സമയങ്ങളിലുള്ള മിനുങ്ങാനുള്ള പരിപാടികൾ, കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ എല്ലാവരും വീട്ടിലൊത്തുകൂടിയിട്ട് കുപ്പി പൊട്ടിക്കുന്നതിന്റെ ദുരവസ്ഥ എത്രയോ മുസ്ലിം വീടുകളിൽ നമ്മൾ കണ്ടുവരികയാണ്. അതേപോലെ പല മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ ആ കമ്പനിയുടെ ഗെറ്റ് ടുഗദറിന്റെ ഭാഗമായി പലപ്പോഴും വലിയ ഇന്റർനാഷണൽ സ്റ്റാർ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ കപ്പലിലോ ഒക്കെ വെച്ചിട്ട് പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ ഉണ്ടാകും, കമ്പനി വക സൽക്കാരമുണ്ടാകും. ഇന്ന് കമ്പനിയുടെ പ്രത്യേകമായിട്ടുള്ള സൽക്കാരാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടാകും. അവിടെയൊക്കെ ചെന്നുപെടുമ്പോ കള്ള് കുടിക്കരുത് എന്ന് ചിന്തിക്കുന്ന സുഹൃത്തുക്കൾ തന്നെ എന്നോട് തന്നെ ചില സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടത്. ആ വിധത്തിൽ അവിടെയൊക്കെ പോകാതിരിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. അങ്ങനെ ചെന്നാൽ മദ്യം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇവൻ അള്ളാന്റെ ദുനിയാവിൽ ഏറ്റവും വലിയ ഒരു ഫൂളായിട്ട് അവിടെ ഉള്ള ആളുകൾ കാണുകയും ലോകം തിരിയാത്തവരായിട്ട് പരിഹാസത്തിന്റെ കണ്ണോടുകൂടെ നോക്കുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോ ചിലപ്പോ ഉസ്താദെ അവരുടെ മുന്നിൽ വെച്ച് അവരുടെ മുന്നിൽ വഷളാവാതിരിക്കാൻ ഞാൻ ചിലപ്പോഴൊക്കെ കുടിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞ ചെറുപ്പക്കാർ ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇവരുടെ മുന്നിലുള്ള വഷളത്തരം, ഇവരാകെ പറയണത് എന്താണ്, ഇവൻ ഈ കള്ളു കുടിക്കാത്തതിന്റെ പേരിൽ ഇവനൊരു ബോറനാണ്, അല്ലെങ്കിൽ ഇവന് ലോകം തിരിയാത്തവനാണ് എന്നൊരു പക്ഷെ അവർ പറയുമായിരിക്കും. ആ തിരിഞ്ഞവർക്കല്ലല്ലോ യഥാർത്ഥത്തിൽ ലോകം തിരിഞ്ഞത്, അവർക്കല്ലല്ലോ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളത്. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ ആരാണെന്ന് മുത്തുനബിയല്ലേ നമ്മളോട് പഠിപ്പിച്ചത്? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിമാൻ അവന്റെ ശരീരത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തി കൊടുത്തു, അവന്റെ മനസ്സിനെ അള്ളാഹുവിന് വഴക്കി കൊടുത്തു. എന്നിട്ട് വഅമില ലിമാ ബഅദൽ മൗത്തി, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുത്തവൻ അവനല്ലേ ബുദ്ധിമാൻ. അതാണല്ലോ മുത്തുനബി നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തുള്ള ഈ കോട്ടിട്ട് നടക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് നമ്മളോട് പരിഹാസം തോന്നിയാൽ നമ്മളത് കെയർ ചെയ്യേണ്ട കാര്യമില്ല, നമ്മളത് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ പരിഹാസവും അതേപോലെ തന്നെ അവരുടെ മോശമായിട്ടുള്ള നോട്ടവും അത് 2 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്നതാണ്. അതേസമയത്ത് നമ്മൾ അവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി കള്ളു കുടിച്ചാൽ ഒരു പക്ഷേ അത് നമ്മുടെ ജീവിതത്തെ ആത്മീയമായി തകർക്കാൻ സാധ്യതയുണ്ട്. കാരണം മുത്തുനബി നമുക്ക് നൽകിയ ഉപദേശം എന്താണ്? മദ്യം എന്ന് പറയുന്നത് ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മകളുടെയും മാതാവെന്നാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. എത്രയോ മഹാന്മാരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കള്ളു കുടിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റിലേക്കും പോകില്ലെന്ന് തീരുമാനിച്ചവർ ആളുകളെ കൊല്ലാനും അതേപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള വ്യഭിചാരമടക്കമുള്ള തെറ്റുകളിലേക്ക് ചെന്നുപെടാനുമൊക്കെ തുടക്കം ഈ മദ്യം എന്ന് പറയുന്ന മഹാമാരി ആണെന്നതിന്റെ ഉദാഹരണങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉമ്മുൽ ഖബായിസ് ആണെന്ന്, എല്ലാ തിന്മകളുടെയും മാതാവാണെന്ന് മുത്തുനബി പരിചയപ്പെടുത്തിയ മദ്യം അത് ആളുകളുടെ മുന്നിൽ ആളാവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരിഹാസത്തിന്റെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനോ ഒരിക്കലും തന്നെ ഒരു വിശ്വാസി രുചിക്കരുത്. കാരണം ഭൗതിക ലോകത്തുനിന്നുള്ള മദ്യപാനം പലപ്പോഴും സ്വർഗത്തിലെ മദ്യം നമുക്ക് തടയപ്പെടാനുള്ള ദുരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചെന്നിരിക്കും. കാരണം എന്താ, ചിലപ്പോ ഈ മദ്യം ഉപയോഗിച്ച് നമ്മൾ ലെവല് തെറ്റിയപ്പോ പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ടാകും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ടാകും. ഒരു പക്ഷേ ഒരിക്കൽ ഉപയോഗിച്ചവൻ പിന്നീട് പതുക്കെ പതുക്കെ അതിലേക്ക് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് അടുത്തു വരുന്നൊരു സാഹചര്യം അതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ തമാശക്ക് കുടിച്ചവൻ രണ്ടാമതും കമ്പനി കൂടിയിട്ട് അതേ തമാശ ആവർത്തിക്കുന്നവൻ പിന്നീട് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുന്നു. നമ്മുടെ നാടുകളിലൊക്കെ മുൻകാലങ്ങളിൽ കുറച്ചൊക്കെ പ്രായം കൂടിയതിന് ശേഷമാണ് ആളുകൾ മദ്യത്തിന്റെ ടേസ്റ്റ് അറിഞ്ഞിരുന്നതെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികൾ പോലും 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും അതാ മദ്യത്തിന്റെ ടേസ്റ്റ് അറിയുന്നവരാണെന്ന് പറയുന്നൊരു ദുരവസ്ഥ എത്രമാത്രം പരിതാപകരമാണ്. അതുകൊണ്ട് നാം ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ പറയാണ്, സ്വർഗത്തിലെത്തിയ ആളുകൾക്ക് വൻഹാറും മിൻ ഖംരിൻ ലസ്സത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതാ മദ്യത്തിന്റെ പുഴ അത് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ വൻഹാറും മിൻ അസലിൻ മുസഫ,
എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ പുഴ അത് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്നത് മുഴുവനും നൽകാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗം, ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ എന്ത് വേണം? സത്യവിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അവർക്കുണ്ടാകണം. ഒന്നാമത്തത് ഭക്ഷണത്തിന്റെ കാര്യം. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖുർആൻ പറയാണ്, രണ്ടാമത്തത് വലഹും ഫീഹാ അസ്വാജും മുത്തഹറ, അവർക്കവിടെ വിശുദ്ധകളായ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാക്കപ്പെട്ട ഇണകളുണ്ടാകും. സ്വർഗത്തിലെത്തിയാൽ നമുക്ക് ഇണകളായി ലഭിക്കുന്ന സ്ത്രീകൾ അവർക്ക് ആത്മീയമായോ ശാരീരികമായോ ഉള്ള ഒരു നിലക്കുള്ള മാലിന്യങ്ങളും ദുസ്വഭാവങ്ങളും ഉണ്ടാവൂല. ആണോ? സ്വർഗത്തിലെത്തിയപ്പോഴും പെണ്ണിന്റെ സ്വഭാവം ഭൂമിയിലെ സ്വഭാവം തന്നെയാണെങ്കിൽ പണ്ടൊരാൾ പറഞ്ഞ മാതിരിയാവൂലേ? ഒരാൾ പറഞ്ഞില്ലേ പണ്ട്, അത് ഒരാൾ പറഞ്ഞ തന്നെയാ പറഞ്ഞേ, പിന്നെ എന്റെ ഒരു സുഹൃത്തിനോട്, അത് അല്ലാഹു തആല നിങ്ങളെ ഭാര്യനെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പറഞ്ഞപ്പോ, പൊന്നാരുസ്താദെ ബാക്കിയൊക്കെ നിങ്ങളെ ദുആ നന്നായി, അതേസമയത്ത് ഇത് ശരിയായില്ല. കാരണം എന്താ? ഓളും ഞാനൂടിയും സ്വർഗത്തിലാണെങ്കിൽ പിന്നെ അതിന്റെ പേരല്ലേ നരകം എന്ന് വരിക പറയാന്ന്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കണം, എന്താ ഭൂമിയിലുള്ള ചില പെണ്ണുങ്ങളെ സ്വഭാവം വെച്ചിട്ട് ചില ആളുകൾ പറയാം സ്വർഗത്തിൽ എന്തായാലും ഓള് ഞാനൂടി ഉണ്ടായാല് അത് പിന്നെ നരകയിക്കും, അതുകൊണ്ട് അത് വേണ്ട, അവിടെങ്കിലും ഞങ്ങൾ രണ്ട് സ്ഥലത്ത് ആയി കിട്ടട്ടെ എന്ന് പറയുന്ന അവസ്ഥ. പലപ്പോഴും ഭൂമിയിലൊക്കെ നമ്മള് പെണ്ണുങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ആണുങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ചിലപ്പോ പെണ്ണുങ്ങളും പറഞ്ഞു വരും. ഇത് പെണ്ണിനെ മാത്രം പറയേണ്ട കാര്യമല്ല, അങ്ങനെ ഉണ്ട് ചിലപ്പോ. ഒക്കെ ഇത് വൺ സൈഡ് ഒന്നല്ല. ചിലപ്പോ ചില കുടുംബങ്ങളിൽ പുരുഷന്മാർ വളരെ മോശ സ്വഭാവക്കാരായിരിക്കും, മറ്റു ചില കുടുംബങ്ങളിൽ സ്ത്രീകൾ വളരെ മോശ സ്വഭാവക്കാരായിരിക്കും. ഇത് രണ്ടും ഉണ്ടാകാൻ പാടില്ല. രണ്ടും നമ്മൾ ഇണകളാണെന്ന് മനസ്സിലാക്കുമ്പോ അതിനനുസരിച്ചുള്ള കൊണ്ടും കൊടുത്തും വെട്ടിപ്പിടിക്കുന്നതിലല്ല വിട്ടുകൊടുക്കുന്നതിലാണ് മഹത്വം എന്ന് മനസ്സിലാക്കുന്ന ഒരു ശൈലി, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഭാര്യാഭർത്തൃ ബന്ധം ഈടുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള പിന്നെ ഒരവസ്ഥ, അത് നിലനിർത്തി മുന്നോട്ട് പോകാൻ വേണ്ട സംവിധാനങ്ങൾ അതൊരുക്കണം. അങ്ങനെ ഒരുക്കിയിട്ട് സ്വർഗത്തിൽ നമുക്ക് ഇണകളെ ലഭിച്ചാൽ ആ ഇണകൾക്കുള്ള പ്രത്യേകതയാണ് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത്, വലഹും ഫീഹാ അസ്വാജും മുത്തഹറ, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും ശുദ്ധമാക്കപ്പെട്ട സ്ത്രീകൾ അവിടെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പിന്നെ പറയുന്നത് കാണാൻ സാധിക്കും. ഏലം അന്ന മജാമി അൽ ലദ്ദാത്തി, രസങ്ങളുടെ ഒക്കെ സംഗമസ്ഥാനം അത് ഇമ്മൽ മസ്കനു, ഒന്നുകിൽ താമസ സ്ഥലം, നല്ലൊരു വീട്. ഏതൊരാളുടെയും സ്വപ്നാണ് പലപ്പോഴും നല്ലൊരു വീട് എന്ന് പറഞ്ഞത്. വീട് വളരെ റാഹത്താണെങ്കിൽ അതന്നെ ഒരു സുഖ അല്ലെ. താമസിക്കാൻ നല്ലൊരു ഇടം എന്നത് റബ്ബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹ. അതുകൊണ്ടാണല്ലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത്തേക്കാല് വെച്ച് ഇറങ്ങണം എന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു. കാരണം എന്താ? ഒരു വീട് എന്ന് പറഞ്ഞത് അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അതിന് പിന്നെ നിഅമത്തിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ള നിലയ്ക്ക് ഇടത്തേക്കാല് വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത് എന്ന് പറഞ്ഞ അതുകൊണ്ടാ. അപ്പൊ ഒന്നുകിൽ താമസ സ്ഥലം, അവിൽ മത്താം. രണ്ടാമത്തത് ഭക്ഷണം. ഭക്ഷണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മനുഷ്യന്റെ സുഖത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ത്? ഭക്ഷണം എന്ന് പറഞ്ഞത്. അപ്പൊ അത് കമ്മിയായാൽ പിന്നെ ചില ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാണ്ട് വന്നാൽ പിന്നെ അതിനേക്കാളും നല്ലത് മരിക്കലാണെന്ന് ചില ചിന്തിച്ചു. മൂന്നാമത്തെ പിന്നെ വൈവാഹിക രംഗത്തുള്ള ബന്ധങ്ങൾ, ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങൾ, ഒരു മനുഷ്യന്റെ രസത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് മൂന്നും അല്ലാഹു തആല ഈ ആയത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു. വസഫല്ലാഹു തആല അൽ മസ്കന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ താമസ സ്ഥലത്തെ വിശദീകരിച്ചു ബി ഖൗലിഹി, അല്ലാഹുവിന്റെ വാക്കുകൊണ്ട് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താമസിക്കാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. രസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഭവനം. ആ ഭവനം എന്ന് പറയുന്നത് എല്ലാ സംവിധാനങ്ങളോടും സൗകര്യങ്ങളോടുകൂടി സ്വർഗത്തിലുള്ള കെട്ടിടങ്ങളുടെ വർണ്ണനകളൊക്കെ വിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒട്ടനവധി നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല, അതിന്റെ ഒരു വിശദീകരണത്തിന്റെ സമയം അല്ലാതെ തോന്നുന്നുണ്ട്. ഏതായാലും ശരി. അപ്പൊ വീടുകൾ എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തത് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമാണ്. അവിടെ പറഞ്ഞു കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലൂ ഹാദല്ലദീ റുസിഖനാ മിൻ ഖബൽ. ഈ ഭക്ഷണ സാധനങ്ങൾ അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം ഇതന്നെയല്ലേ നേരത്തെ കിട്ടിയത് എന്ന് പറയുമെന്ന് പറഞ്ഞെടുത്ത് വാസ്തവത്തിൽ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? രൂപത്തിൽ മാത്രമേ സാദൃശ്യമുള്ളൂ, ടേസ്റ്റ് വ്യത്യസ്തമാണ്. അപ്പോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവർക്ക് നൽകുക. മൂന്നാമത്തതാണ് ലൈംഗികമായ ബന്ധത്തിന് ആവശ്യമായിട്ടുള്ള ഇണകൾ. അവിടെ അല്ലാഹു പറയാ വലഹും ഫിഹാ അസ്വാജും മുത്തഹറ, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധകളാക്കപ്പെട്ട കടഞ്ഞെടുക്കപ്പെട്ട ഇണകൾ അവിടെയുണ്ട്.
തുപ്പുനീര് പോലും, തുപ്പല് പോലും, അതേപോലെ തന്നെ പിന്നെ അതുപോലുള്ള സംഗതികളൊക്കെ, ആർത്തവരക്തം, അതുപോലെ തന്നെ പിന്നെ ബീജം അടക്കമുള്ള പിന്നെ അതുപോലെ തന്നെ പ്രസവരക്തം അടക്കമുള്ള ഒരു സംഗതികളും, അതായത് എന്തെങ്കിലും ഒരു സംഗതി ഇതൊരു ഇടങ്ങേറാണല്ലോ എന്ന് പറയാവുന്ന ഒരു മാലിന്യവും ഇല്ലാത്ത ഇണകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്തിന്റെങ്കിലും പേരിൽ ഇവിടൊക്കെ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും ആ വിധത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടാകും. വിയർപ്പ് നാറ്റം കൊണ്ട് അടുത്തേക്ക് അടുക്കാൻ പറ്റണില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പറയുന്ന കംപ്ലൈന്റ് പറയുന്ന ആളുകൾ നമുക്ക് അറിയാൻ പറ്റൂലേ ചിലപ്പോഴൊക്കെ. അപ്പൊ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും ഇല്ലാത്ത ഇണകൾ. അപ്പോ രസത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായി മനുഷ്യൻ കാണുന്ന അവന്റെ താമസ സ്ഥലവും അവന്റെ ഭക്ഷണവും അതേപോലെ തന്നെ അവന്റെ ഇണയും, ഇതിലെല്ലാം സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത് എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ ശാശ്വതമായി താമസിക്കുന്നവരാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അവരവിടെ ശാശ്വതമായി താമസിക്കുന്നവരാണ്. അത് പറഞ്ഞത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാം, സുമ്മ ഇന്ന ഹാദിഹിൽ അശിയാ ഇദാ ഹസലത്ത് വഖാറനഹാ ഖൗഫു സവാലി കാനത് തനഉമു മുനഖസൻ. ശരിയല്ലേ? ഇതൊക്കെ കിട്ടി, ഭയങ്കര സൗകര്യമായിട്ടുള്ള വീടുണ്ട്, അതേപോലെ തന്നെ യാതൊരു കുറവില്ലാത്ത ഇണകളുണ്ട്, ആവശ്യത്തിനനുസരിച്ചും അതിന്റെ അപ്പുറമുള്ള ഫുഡ് ഉണ്ട്, എല്ലാം അതുണ്ട്. പക്ഷേ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് 2 ദിവസം കഴിഞ്ഞാൽ തീരും, ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും എന്ന ഒരു ഭീഷണി, ഒരു കുടിയിറക്ക് ഭീഷണി വന്നാൽ അതോടുകൂടെ എന്തായി? ഇതിന്റെ സുഖം പോയില്ലേ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞതാണ് എന്ത്? ഈ സ്വർഗത്തിൽ അവരെത്തിപ്പെട്ട് സൗകര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും തന്നെ ഫബയ്യന തആല അല്ലാഹു വിശദീകരിച്ചു അന്നഹാദൽ ഖൗഫ സായിലുൻ അൻഹും, ഈ പേടി അവർക്ക് വേണ്ട. സ്വർഗത്തിൽ എത്തിപ്പെട്ട ആൾക്ക് ആ സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും കുടിയിറക്ക് ഭീഷണി നേരിടേണ്ടി വരും എന്നൊരു വിഷമല്ല. അതായത് സ്വർഗത്തിൽ എത്തിയ പിന്നെ തിരിഞ്ഞു വെക്കേണ്ടയില്ല, പിന്നെ ടെൻഷന്റെ ഒരു സംഗതിയുമില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ലാ തഅമൻ മക്റല്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നീ നിർഭയനാകരുത്, ഹത്താ തറാ ഖദമൈക ഫിൽ ജന്ന, നിന്റെ 2 കാലും സ്വർഗത്തിൽ കാണുന്നത് വരെ. 2 കാലും സ്വർഗത്ത് കണ്ടാലോ പിന്നെ ഈ പേടിക്കേണ്ടതുമില്ല. കാരണം സ്വർഗത്തിലെത്തിയിട്ടും പേടിയാണെങ്കിൽ പിന്നെ സ്വർഗം എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ സ്വർഗത്തിലെത്തിയ മനുഷ്യന് എന്നെങ്കിലും ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമെന്ന ഒരു ചെറിയ ഒരു ബേജാറിന്റെ ലാഞ്ചനെങ്കിലും അവന്റെ മനസ്സിൽ വരാതിരിക്കാനാണ് അള്ളാഹു പറഞ്ഞത് വഹും ഫീഹാ ഖാലിദൂൻ, അവർ ഈ സ്വർഗത്തിൽ ശാശ്വതമായി താമസിക്കുന്നവരാണ്. അപ്പൊ കണ്ട നമ്മള് ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിന്റെ രൂപം പോയത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ രസത്തിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടുന്ന അവന്റെ വീട്, അതേപോലെ തന്നെ അവന്റെ ഭക്ഷണം, അതുപോലെ തന്നെ അവന്റെ ഇണകൾ, അത് 3നെ കുറിച്ചും പറഞ്ഞു. അത് 3ഉം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള വിഷമം വന്നാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു വഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതമായി താമസിക്കും, ഒരിക്കലും പുറത്തിറങ്ങി കൊടുക്കേണ്ടി വരില്ല. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു തആല പറഞ്ഞു കാണാൻ നമുക്ക് ഖുർആനിൽ തന്നെ സ്വർഗത്തെ കുറിച്ച്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. രണ്ടുമുണ്ട്. പിന്നെ നമ്മളെ കുടിയിറക്ക് ഭീഷണി നേരിടലിൽ തന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുള്ള സ്ഥലം ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. സാധാരണ ഭൗതിക ലോകത്താണെങ്കിൽ നല്ല സൗകര്യമുള്ള വീടുണ്ടാക്കി റോഡും അതേപോലെ വെള്ളവും ബാക്കി പിന്നെ മദ്രസയും സ്കൂളും അടക്കം ഒരു വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സംഗതികളും ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ വീട് വെച്ചു. പക്ഷെ അവിടെ വീട് വെച്ചിട്ട് ഒരു കുറവില്ലെങ്കിൽ പോലും അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലം പിന്നെ കണ്ടെത്തിയാൽ പലപ്പോഴും പലർക്കും തോന്നുന്നത് ഇതിനേക്കാളും സുഖം അപ്പുറത്തായിരുന്നു, അതുകൊണ്ട് സൗകര്യപ്രദമായ ആ സ്ഥലത്തേക്കൊന്ന് പറിച്ചു നടണം എന്ന് തോന്നാറില്ലേ ഭൗതിക ലോകത്ത്? അതുകൊണ്ട് തന്നെ ഇവിടെ വീട് വെച്ചാൽ 1 കൊല്ലം കഴിയുമ്പോൾ ഇത് വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും വീട് വെക്കണ എത്രയോ ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെത്തിപ്പെട്ട മനുഷ്യൻ അവനൊരിക്കലും തന്നെ അല്ലാഹു തആല അവനെ കുടിയിറക്കൂല്ല. അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടണം, ഒന്ന് ചേഞ്ച് വേണമെന്ന്, ഇവിടുന്ന് മറ്റെങ്ങോട്ടെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്യണമെന്ന് അവനും വിചാരിക്കൂല. അതാ ഖാലിദീന ഫീഹാ, അവര് സ്വർഗത്തിൽ ശാശ്വതമായി താമസിക്കും. അഥവാ അള്ളാഹു അവരെ ഇറക്കി വിടൂല. ലാ യബ്ഗൂന അൻഹാ ഹിവലാ, ഇവിടുന്ന് ഒരു ചേഞ്ച് അവരാഗ്രഹിക്കുകയുമില്ല. കുടിയിറക്ക് ഭീഷണി അവർക്കില്ല. അതേസമയത്ത് സ്വയം ഇറങ്ങിപ്പോകണമെന്ന് അവർ വിചാരിക്കുകയുമില്ല. അതെപ്പോഴാ സ്വയം ഇറങ്ങിപ്പോകണമെന്ന് വിചാരിക്കാത്തത്? വിചാരിക്കുന്നതെല്ലാം കൈക്കുമ്പിളിലെത്തുന്ന അത്ഭുതകരമായിട്ടുള്ള സൗകര്യങ്ങളുടെ ആ സാമ്രാജ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏൽപ്പിക്കുമ്പോഴാണ്.
അങ്ങനത്തെ അനുഗ്രഹീതമായ ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി, സത്യവിശ്വാസവും അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളും ചെയ്യുന്നവർക്ക് നബിയെ തങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അറിയിച്ചത് എന്നത് പ്രാധാന്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അവനവന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നമ്മൾ ശരിക്കും ബോധവാന്മാരാകണം. എന്നിട്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഉത്തരവാദിത്ത നിർവഹണത്തിനുള്ള മുൻകരുതൽ ഞാൻ എടുക്കണം, നമ്മളെല്ലാവരും എടുക്കണം. ഒരു ഖൈറ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ചെയ്യാൻ പറ്റുന്ന ഖൈറ് നിസ്സാരമാക്കി തള്ളാതെ ഓരോ സുന്നത്തുകൾക്കും വലിയ പ്രാധാന്യം നൽകി ആ പുണ്യങ്ങളുടെ വർധനവിന് വേണ്ടി ഓരോ സമയത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ സ്വർഗത്തിന്റെ അവകാശികളാവാൻ അല്ലാഹു നമ്മയും നമ്മുടെ വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞ ഒരു കംപ്ലൈന്റിന്റെ മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 26-ാമത്തെ ആയത്തിൽ സൂറത്തുൽ ബഖറയിലൂടെ വിശദീകരിക്കുന്നത്. എന്താണത്? ഇന്നല്ലാഹ ലാ യസ്തഹയി അൻ യദ്രിബ മസലമ്മ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ഉദാഹരണത്തെയും ഉപമയാക്കി പറയാൻ അല്ലാഹു ലജ്ജിക്കുകയില്ല. ഏത് ഉദാഹരണവും പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുകയില്ല. അതായത് ബഊലത്തൻ ഫമാ ഫൗഖഹ, ഒരു കൊതുകിനെയോ അതിന്റെ അപ്പുറമുള്ളതിനെയോ, മനസ്സിലായില്ലേ, ഒരു കൊതുകിനെയോ അതിനപ്പുറമുള്ളതിനെയോ ഉദാഹരിച്ച് പറയാൻ അള്ളാഹുവിന് ഒരു മടിയും ഇല്ല. അങ്ങനെ ഉദാഹരിച്ച് അള്ളാഹു പറയുമ്പോൾ ഫഅമ്മല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾ ഫയഅലമൂന, അവരറിയുന്നതാണ് അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അതവരുടെ നാഥനായ അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണെന്ന് അവർ ഗ്രഹിക്കും, അവരറിയും, അവരത് വിശ്വസിക്കും. പടച്ച റബ്ബ് സത്യസന്ധമായിട്ടാണ് ആ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് എന്ന്. അതേസമയത്ത് വഅമ്മല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകളാവട്ടെ ഫയഖൂലൂന, അവര് പറയും മാദാ അറാദല്ലാഹു ബിഹാദാ മസലാ, ഈ ഉദാഹരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിച്ചത് എന്നവർ പറയും. അതൊരു പരിഹാസത്തിന്റെ വർത്താനാണ്. എന്തിനാ ഇപ്പൊ ഇങ്ങനത്തെ ഉദാഹരണം അല്ലാഹു തആല പറഞ്ഞത്? പടച്ചോനെ പോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഉദാഹരണം പറഞ്ഞത് മോശല്ലേ എന്ന അർത്ഥത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപമ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നവർ ചോദിക്കും. എന്നാൽ പടച്ച റബ്ബ് പറയണത് യുളില്ലു ബിഹി കസീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അനേകം ആളുകളെ വഴിതെറ്റിക്കും. വയഹ്ദീ ബിഹി കസീറ, ഇത് മുഖേന അനേകം ആളുകളെ അല്ലാഹു തആല സന്മാർഗത്തിലാക്കുകയും ചെയ്യും. വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, തമ്മാടികളെ അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമൂലം വഴിതെറ്റിക്കുന്നില്ല. അതായത് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ റബ്ബുമായി ബന്ധപ്പെട്ട് അവന്റെ പ്രസ്താവനകളെയോ അവന്റെ ഖുർആനിൽ വന്ന കാര്യങ്ങളെയോ ഒക്കെ റബ്ബ് പറഞ്ഞതാണ് എങ്കിൽ അതിന്റെ ലോജിക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്ന് തോന്നിക്കാനോ അല്ലെങ്കിൽ അതിനെ വില കുറച്ച് കാണിക്കാനോ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുന്ന സ്വഭാവം സത്യനിഷേധികൾക്ക് സാധാരണയായിട്ടുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ അവരുടെ മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ എന്ന് തുടങ്ങിയ ആയത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊരു സംഗതിയും വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പലപ്പോഴും ഉദാഹരണങ്ങൾ വലിയ സഹായകമാകും. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പലയിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഉദാഹരണങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല കൊതുകിനെ ഉദാഹരിച്ചിട്ടുണ്ട്, ഈച്ചയെ അല്ലാഹു തആല ഉദാഹരിച്ചിട്ടുണ്ട്, മറ്റു പലതിനെയും എട്ടുകാലി വലയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലന്തി വലയെ അല്ലാഹു ഉപമിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതിനെ അല്ലാഹു ഉപമിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഉപമിക്കുമ്പോ അതേപോലത്തെ ഉപമകൾ, ആ ഉപമകളൊക്കെ അതിന്റെ ആ പറഞ്ഞ ഉപമയുടെ ചെറുപ്പം നോക്കിയിട്ട് പടച്ചോനെ പോലുള്ള ശക്തികളൊക്കെ ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ പറയാൻ മോശമാണ് എന്ന് ആര് പറഞ്ഞു? സത്യനിഷേധികൾ പറഞ്ഞു. അപ്പറഞ്ഞതിനുള്ള മറുപടിയാണ് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലാഹു തആല കൊതുകിനെയോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറമുള്ളതിനെയോ ഒരു ഉദാഹരണമായി പറയാൻ പടച്ചോൻ ഒരു മടിയുമില്ല. അല്ലാഹു തആല അത് പറയും. കാരണം എന്താ? ഉദാഹരണം എന്ന് പറയുന്നത് ഏതൊരു സംഗതി സ്ഥിരീകരിക്കാൻ ആവശ്യമായിട്ട് ശ്രോതാവിന്റെ മനസ്സിൽ അത് ബോധ്യപ്പെടുത്താൻ സഹായകമാണോ അല്ലേ എന്നുള്ളതാ നോക്കേണ്ടത്. അല്ലാതെ കള്ളുടിയോ കൈമുട്ടിയോ പോലെ ഉദാഹരണം വിഷയമായിട്ട് ബന്ധമില്ലാണ്ടക്കരുത്, അത്രേ ഉള്ളൂ. വിഷയത്തോട് ബന്ധം ഉണ്ടാവണ ഉദാഹരണം പറയുന്നത്. ചില ആളുകളുണ്ട് ഉദാഹരണം പറയും, അത് നടന്നോ ഇതിനോട് ഒക്കുവെക്കൂലെന്നൊന്നും, അതൊന്നും എന്റെ വിഷയമല്ല, ഞാൻ ഉദാഹരണം പറയല് മാത്രം എന്റെ പണി. അങ്ങനെ പറ്റൂല. മറിച്ച് പറയണ ഉദാഹരണത്തിന് എന്ത് വേണം? ഏത് വിഷയത്തിനോട് ബന്ധപ്പെടുത്തിയാണോ ഉദാഹരണം പറയുന്നതെങ്കിൽ
അപ്പറയുന്ന ഉദാഹരണത്തിന് ഈ വിഷയമായിട്ട് ബന്ധം വേണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉദാഹരണങ്ങൾ വിഷയം കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു താല പറയണത്. ആ വ്യക്തതയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ അള്ളാഹു പറയും. ആ ഉദാഹരണം പറയുമ്പോ പറഞ്ഞ സാധനത്തിന്റെ വലിപ്പക്കുറവോ നോക്കിയിട്ട് എന്ത് ചെയ്യരുത്, ആ ഉദാഹരണത്തെ കൊച്ചായി കാണരുത്. ചില ആളുകളുണ്ട്, എന്തെങ്കിലും ഒരു ഉദാഹരണം കേട്ടാൽ ആ ഉദാഹരണത്തിന്റെ പിന്നാലെ പോകും, എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് ആ ഓല വർത്താനം. അതല്ല, അത് ശരിയല്ല. മറിച്ച് ആ ഉദാഹരണത്തിലൂടെ എന്താണോ അള്ളാഹു ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ ആര് പറയുകയാണെങ്കിലും എന്താ ലക്ഷ്യം വെച്ചതെന്ന് നോക്കുക. അങ്ങനെ നോക്കേണ്ടത്. നമ്മളിപ്പോ ഈ രാത്രിയുള്ള ചർച്ചക്കൊക്കെ വരുന്ന ബിസ്മി പറഞ്ഞൊരു സുഹൃത്തില്ലേ, ആ സുഹൃത്തിനോട് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉദാഹരണം പറഞ്ഞാൽ ഉടനെ മൂപ്പനൊരു ചോദ്യം ഉണ്ട്. എന്ത്, അപ്പൊ മഹാന്മാരെയും അതേമാതിരി തന്നെ അള്ളാഹ് നിങ്ങൾ ഒരുപോലെ ആക്കുകയാണോ, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെയും മറ്റു ഔലിയാക്കളികൾ ഒരുപോലെ ആക്കുകയാണോ എന്ന്. അപ്പൊ നമ്മൾ അയാളോട് എപ്പോഴും പറയാറുണ്ടത് ഒരുപോലെ ആക്കുകയല്ല സുഹൃത്തെ. ഒരു സംഗതി ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ ഉദാഹരണത്തിൽ ഉണ്ടാകുന്ന ഗുണപാഠം എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത് മനസ്സിലാക്കാതെ വന്നാൽ ചിലപ്പോ ചിലരൊക്കെ എന്ത് ചെയ്യും, ഉദാഹരണത്തെ നിരൂപിക്കാൻ ശ്രമിക്കും. അങ്ങനെ നിരൂപിച്ച സത്യനിഷേധികൾ, ആ നിഷേധികളുടെ അബദ്ധജനിതമായിട്ടുള്ള ഒരു വാദത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് ചെയ്യണത്, ഉദാഹരണപ്പെടുത്തി പറയണത്. മസലുഹും കമസലിൽ ഇസ്തൗഖദനാറൻ, തീ കത്തിച്ചവന്റെ ഉദാഹരണം അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു. ഔക സയ്യിബിൻ മിനസ് സമാഇ, അല്ലെങ്കിൽ ആകാശത്തുനിന്ന് വർഷിക്കുന്ന മഴമേഘം പോലെ എന്ന് പറഞ്ഞ ഉദാഹരണം കപടന്മാരെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഖുർആനിൽ പല ഉദാഹരണവും പറഞ്ഞു. ഈച്ചയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണം പറഞ്ഞു. ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, യാ അയ്യുഹന്നാസ് ളുരിബ മസലുൻ ഫസ്തമിഊ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തുനിന്ന് ഒരു ഉദാഹരണം ഇതാ നൽകപ്പെട്ടിരിക്കുകയാണ്. ഫസ്തമിഊ ലഹു, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലബിജ്തമഊ ലഹു. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങൾ ഒരിക്കലും തന്നെ ഒരു ഈച്ചയെ പോലും പടക്കുന്നില്ല. അതിനുവേണ്ടി ആ ദൈവങ്ങളൊക്കെ കൂടെ സംഘടിച്ചാലും അവർക്കതിന് സാധ്യമല്ല. ഇനി ഇവരുടെ കയ്യിൽ പ്രസാദമായി വെച്ചുകൊടുത്ത എന്തെങ്കിലും ഒരു സാധനം, ദൈവങ്ങളുടെ കയ്യിൽ വെച്ചുകൊടുത്തൊരു സാധനം, അതൊരു ഈച്ച അവരിൽ നിന്ന് തട്ടിയെടുത്തു കൊണ്ടുപോയാൽ ആ ഏറ്റവും ബലഹീന ജീവിയായ ഈച്ചയിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിന്റെ 73-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് പുറമെ ദൈവങ്ങളെ സ്ഥാപിച്ചവരുടെ ബുദ്ധിമോശവും ആ ദൈവങ്ങളുടെ നിസ്സഹായാവസ്ഥക്കും അല്ലാഹു തആല പറഞ്ഞൊരു ഉദാഹരണമാണ്. ആ ദൈവങ്ങളുടെ കയ്യിൽ വെച്ചുകൊടുത്ത പ്രസാദം ഒരു ഈച്ച എടുത്തുകൊണ്ടുപോയാൽ, ആ ഈച്ച എന്ന് പറയുന്ന വളരെ ബലഹീനനായിട്ടുള്ള സൃഷ്ടി, ആ സൃഷ്ടിയിൽ നിന്ന് പോലും അത് തിരിച്ചു പിടിക്കാൻ ആ ദൈവങ്ങൾക്ക് സാധ്യമല്ല. അങ്ങനത്തെ ദൈവങ്ങളെ ആരാധിച്ച് അവരോട് ആവലാദികൾ പറയുന്ന ബുദ്ധിമോശം എന്തുമാത്രം ബലഹീനമാണ് എന്ന് ഈ ഉദാഹരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിയിച്ചതാണ്. അപ്പൊ ഈച്ചനെ ഉദാഹരണം പറയുമ്പോ ഈച്ചനൊക്കെയാണ് ഉദാഹരണം പറയാം, പിന്നെ ഇതിന് ഉദാഹരണം ആന്നെ പറയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കണം, ഇത്ര മോശമായിട്ടുള്ള ഒരു സംഗതിക്ക് ഉദാഹരണം ആന്നെ പറയാൻ പറ്റുമോ? അത് പറ്റൂല. പറയേണ്ടടുത്ത് പറയേണ്ട മാതിരി പറയണം. അതാണ് അല്ലാഹു തആല ഇവിടെ ഈച്ചനെ ഉദാഹരണം പറഞ്ഞത്. അതേപോലെ തന്നെ സൂറത്തുൽ അങ്കബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ബഹുദൈവ വിശ്വാസികളുടെ ആ നിലപാടിനെ വിമർശിച്ചുകൊണ്ട്, മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത് ഇത്തഖദത് ബൈത വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത് ലൗ കാനൂ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിന്റെ 41-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ആ സംരക്ഷകരെ, ദൈവം എന്ന അർത്ഥത്തിലുള്ള സംരക്ഷകരെ ഉണ്ടാക്കിയ ആളുകളുടെ ഉപമ കമസലിൽ അൻകബൂത്ത്, എട്ടുകാലിയുടെ ഉപമ പോലെയാണ്. ഇത്തഖദത്ത് ബൈത, എട്ടുകാലി ഒരു വീടുണ്ടാക്കി. വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്, വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബലഹീനമായ വീട് എട്ടുകാലിയുടെ വീടാണ്. അപ്പൊ ഈ എട്ടുകാലി, ചിലന്തിവല എന്ന് പറയുന്ന സംഗതി എത്രമാത്രം ബലഹീനമാണ്, അതുപോലെ ബലഹീനമാണ് അല്ലാഹുവിനോരോ ദൈവങ്ങളായി ഇവർ സ്ഥാപിക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പൊ ബലഹീനതക്ക് വേണ്ട ഉദാഹരണം അവിടെ പറയേണ്ടത്, അതിന് ആന്നെ പറഞ്ഞാൽ ഫിറ്റാവൂല. മനസ്സിലായില്ലേ? ബലഹീനതയിൽ ഏറ്റവും മോശമായിട്ടുള്ള സാധനങ്ങളെ ഉദാഹരണമായി പറയണം. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇவ்விധത്തിൽ ഉദാഹരണങ്ങൾ പറഞ്ഞത്. അപ്പോ വസ്തുക്കളുടെ വലുപ്പ ചെറുപ്പമല്ല, അവരുടെ പ്രകൃതി വിശേഷണങ്ങളാണ് ഉദാഹരണത്തിൽ തെളിയിക്കപ്പെടുന്ന സംഗതി എന്ന് മനസ്സിലാക്കണം. അതാണ് ഖുർആൻ ഉപമയായിട്ട് പറയുക. ഈ യാഥാർത്ഥ്യം സത്യവിശ്വാസികൾ ഗ്രഹിക്കും. അതാ പറയുന്നത്, ഫഅമ്മല്ലദീന ആമനു, സത്യവിശ്വാസികളായിട്ട് ഉള്ള ആളുകൾ ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അത് അവരുടെ നാഥനിൽ നിന്നുള്ള സത്യമായിട്ടുള്ള ആശയമാണെന്ന് അവർ വിശ്വസിക്കും. അതവർ വിശ്വസിക്കുമ്പോ നിങ്ങൾ നോക്കണം, സത്യനിഷേധികളായ ആളുകളോ ഈ ഉപമകളെ ആക്ഷേപിച്ച് ഉപമയിൽ നിരൂപണം നടത്താനുള്ള ശ്രമമാണ് അവർ നടത്തുക.
അങ്ങനെ നടത്തുന്ന ആളുകൾ പരിശുദ്ധ ഖുർആനിന്റെ ശരിയായ ആശയം ഉൾക്കൊള്ളാതെ അവരെന്ത് ചെയ്യുന്നു? ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടി റബ്ബിനെ നിരൂപിക്കാൻ ശ്രമിച്ചിട്ട് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് അവർ ചെന്നുപെടുകയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ എന്തു ചെയ്യേണ്ടതുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവതരിപ്പിക്കുന്ന സംഗതികൾ, ആ സംഗതികളുടെ ഗുണഫലങ്ങളെ കുറിച്ച് ചിന്തിക്കണം. അതിന്റെ യഥാർത്ഥത്തിലുള്ള ആഴത്തിലേക്ക് ഇറങ്ങി മനസ്സിലാക്കണം. അല്ലാതെ ആ പറഞ്ഞതിന്റെ വലുപ്പ ചെറുപ്പം നോക്കിയിട്ട് ഒരിക്കലും തന്നെ അവരെന്ത് ചെയ്യരുത്? ഇത്തരത്തിൽ വില കുറഞ്ഞ നിരൂപണങ്ങൾ നടത്തരുത് എന്നൊരു താക്കീത് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നൽകുന്നുണ്ട്. ഇവിടെ ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കില്ല എന്ന് പറഞ്ഞില്ലേ? എന്താണ് ഈ ലജ്ജ എന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ലജ്ജ നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്നൽ ഹയാ തഗയ്യുറുൻ വൻകിസാറുൻ യഫ്തരിൽ ഇൻസാനു അന്നൽ ഹയാ നിശ്ചയം ലജ്ജ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൽ പെട്ടെന്ന് ഉണ്ടായിത്തീരുന്ന ഏതോ ഒരു സംഗതി ചെയ്താൽ ആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താൻ ആക്ഷേപിക്കപ്പെടുകയോ അല്ലെങ്കിൽ പരിഹാസ്യനായി തീരുകയോ ചെയ്യുന്ന ഒരു സംഗതി അത് എന്നിൽ നിന്ന് വന്നാൽ അത് മോശമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സംഗതിയിൽ നിന്ന് മാറുന്ന ഒരവസ്ഥക്കാണ് എന്ത് പറയാ? ലജ്ജ എന്ന് പറയാം. ശരിയല്ലേ? അതുകൊണ്ടാണ് ചില വേണ്ടാത്തരങ്ങളൊക്കെ ചിലർ ചെയ്യുമ്പോ എടോ നിനക്ക് ലജ്ജല്ല അല്ലെങ്കിൽ നാണല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കല്ലേ? അതിന്റെ അർത്ഥം എന്താ? നാണുള്ളോൻ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പണി ചെയ്യാൻ പാടില്ല എന്നാണ്. ആക്ഷേപാർഹമായിട്ടുള്ള ഒരു സംഗതി നമ്മിൽ നിന്ന് വന്നാൽ അത് നമ്മുടെ ഇമേജിനെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറാനുള്ള ഒരു മാനസികമായിട്ടുള്ള സവിശേഷത, അതാണ് വാസ്തവത്തിൽ എന്തിന്റെ ആകത്തുക? ലജ്ജയുടെ ആകത്തുക. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഇவ்விധത്തിൽ എന്ത് പറയാൻ നിവൃത്തിയില്ലല്ലോ. അത് മനുഷ്യ ഗുണങ്ങളായി പറയുന്ന ഇത്തരത്തിലൊരു ഗുണം റബ്ബിനെ കുറിച്ച് പറയാൻ പാടില്ലല്ലോ എന്ന് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം സാധാരണഗതിയിൽ ഫൈദാ വസഫല്ലാഹു തആല ബിദാലിക, ഇങ്ങനെ ഒരു വിശേഷണം അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അത് ഫദാലിക മഹ്മൂലുൻ അലാ നിഹായാത്തിൽ അറാദി ലാ അലാ ബിദായാത്തിൽ അറാദി. ഒരു സംഗതിയുടെ വിഷയത്തിന് കാരണമാകുന്ന അതിന്റെ ഒരു തുടക്കം ഉണ്ടാകും, അതേപോലെ തന്നെ അതിന്റെ ഒരു ഒടുക്കം ഉണ്ടാകും. അല്ലെ? ഒരു സംഗതിക്ക് പ്രചോദനമാകുന്നതിന്റെ ഒരു തുടക്കം ഉണ്ടാവും. ഇങ്ങനെ ഒരു സംഗതി പറയാൻ അല്ലെ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ അതിന്റെ ഒരു തുടക്കം, ഒരു കാരണം. അത് ചെയ്താൽ അതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്ന ഒടുക്കത്തിൽ കാണുന്ന ഒരു ലക്ഷ്യം, ഇത് രണ്ടും ഉണ്ടാവും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അങ്ങനത്തെ ഒരു ഇവിടെ ലജ്ജ എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഈ ഒരു സംഗതിയുടെ അടിസ്ഥാനത്തിൽ ആ തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ അരുതായ്മ എന്ന് തോന്നുന്നതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്ന അതിന്റെ അവസാനം ഉണ്ടാകേണ്ട സംഗതിന്റെ ക്ലൈമാക്സ്, അതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അന്നൽ ഹയാ ഹാലത്തുൻ തഹ്സുലുൽ ഇൻസാനി, ഈ ലജ്ജ എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. തഹ്സുലുൽ ഇൻസാനി, മനുഷ്യന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ലാക്കിൻ പക്ഷെ അതിന് ലഹാ മബ്ദഉൻ മുൻതഹ, അതിനൊരു തുടക്കവുമുണ്ട് ഒരു ഒടുക്കവുമുണ്ട്. അമ്മൽ മബ്ദഉ തുടക്കം ഫഹുവ തഗയ്യുറുൽ ജിസ്മാനി അല്ലദീ യൽഹഖുൽ ഇൻസാന മിൻ ഖൗഫി അൻ യുൻസബ ഇലൽ ഖുബഹി. ആ തുടക്കം എന്താണ്? മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന ഒരു ചേഞ്ച്. എങ്ങനത്തെ ചേഞ്ച്? ഞാനൊരു മോശത്തരത്തിലേക്ക് ചേർക്കപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നുണ്ടാകുന്ന, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചേഞ്ച്, അതാണ് ഇതിന്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന സംഗതി. വമ്മൻ നിഹായത്തു, എന്നാൽ അതിന്റെ ഒടുക്കോ ഫഹുവ യത്രുക്കൽ ഇൻസാനു ദാലിക്കൽ ഫഅല, ഈ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനം തന്നെ അവൻ ഉപേക്ഷിക്കുക. നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക. ലജ്ജ ഉള്ളോ തെറ്റ് ചെയ്യൂല. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ? ഈമാനിൽ നിന്നുള്ള ഒരു ശാഖയാണ് ലജ്ജ. എന്താ കാരണം? ഞാൻ തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഞാൻ വഷളാകും. അപ്പൊ ഞാൻ വഷളാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് മാറാനുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതാണ് എന്ത്? അതിന്റെ തുടക്കാണ് ആ ഒരു മനസ്സിലാക്കല്. അപ്പൊ മനസ്സിലുണ്ടാണ് മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പണി എന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒടുക്കം. ഇവിടെ അല്ലാഹു തആല ഈ ഒരു സംഗതിയിൽ ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു ഇവരിങ്ങനെ പറയല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഈ ഉദാഹരണം പറയണത് ആരും നിർത്തുന്നില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല നിർത്തുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. അല്ലാതെ വേറെ മാനുഷികമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചുള്ള ചർച്ചയൊന്നുമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്. പിന്നെ ഉദാഹരണങ്ങൾ പറയാന്ന് പറഞ്ഞത് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ ഒരു സംഭവം പറയണത് കാണാം. ഉദാഹരണങ്ങൾ പറയാന്ന് പറഞ്ഞത് ഖുർആനിൽ മാത്രമൊന്നുമല്ല, മുമ്പത്തെ ഗ്രന്ഥങ്ങളിലും അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, പ്രധാനമായും ഈ ആരോപണം ഉന്നയിച്ച കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ജൂതന്മാരുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്, മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു തആല ഖുർആൻ പോലുള്ള ഒരു ഗ്രന്ഥത്തില് ഇങ്ങനെ ഈ തീ ചെള്ളിന്റെയും കൊതുകിന്റെയും അതേപോലെ തന്നെ ഈ ഇടിയുടെയും മിന്നലിന്റെയും അതുപോലെ തന്നെ ഈച്ചയുടെയും ഒക്കെ ചിലന്തി വലയുടെയും ഒക്കെ ഉദാഹരണങ്ങൾ പറയുന്നത് അതൊരു മോശമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വേദക്കാരുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാവുമല്ലോ എന്ത്, ആ വേദങ്ങളിലും എന്തുണ്ടായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവിധ ഉദാഹരണങ്ങൾ ഇഞ്ചീലിലൊക്കെ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ ഇവിടെ എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇപ്പൊ പോയാൽ ഞാൻ ഉദ്ദേശിച്ച അത്ര തീർക്കാൻ സാധിക്കൂല എന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ഉദാഹരണങ്ങളിലേക്ക് പോണില്ല. അപ്പൊ ഏതായാലും ശരി, നമ്മൾ നോക്കിയേ, ഉദാഹരണങ്ങൾ പറയാന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പിന്നെ അള്ളാഹു തആല ഇവിടെ പറഞ്ഞ കൊതുകുണ്ടല്ലോ, ആ കൊതുക് അത്ര മോശമൊന്നുമല്ല, ഭയങ്കര സാധനമാണ്. സൃഷ്ടി വളരെ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആളൊക്കെ ഉണ്ടാവും അപ്പോളെ കോളോക്കിക്കോളൂന്ന് പണ്ടാരോ പറഞ്ഞ പോലെ ഭയങ്കര സാധനമാണ് ഈ കൊതുക് എന്ന സാധനം. റാസി ഇമാം റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എന്താണ് കൊതുകിനെ കുറിച്ചുള്ള ചർച്ചയിൽ വഹുവ മിൻ അജായിബി ഖൽഖില്ലാഹി തആല, അള്ളാഹുവിന്റെ ഭയങ്കര അത്ഭുതമുള്ള സൃഷ്ടികളിൽപ്പെട്ടതാണ് കൊതുക്. കാരണം എന്താ, ഫഇന്നഹു സഗീറുൻ ജിദ്ദൻ, വളരെ ചെറിയ ജീവിയാ. ഇതിന്റെ അത്ര ഒന്നും വലിപ്പമല്ലോ കൊതുക് എന്ന് എല്ലാവർക്കും അറിയാലോ, ആണ് ചെറിയ ജീവിയാ. പക്ഷേ വഖുർതൂമുഹു, അതിന്റെ പിന്നെ രക്തം കുടിക്കാനുള്ള കുഴലുണ്ടല്ലോ, തുമ്പിക്കൈ, അത് ഫി ഗായത്തി സിഗരി, വളരെ ചെറുതാണത്. പക്ഷേ സുമ്മ ഇന്നഹു മഅ ദാലിക മുജവ്വഫുൻ, ചെറുതാണെങ്കിലും അതെന്തുണ്ട്, രക്തം വലിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഹോൾസ് അതിനുണ്ട്. എന്നിട്ടോ സുമ്മ ദാലിക്കൽ ഖുർതൂം, പിന്നീട് ആ തുമ്പിക്കയ്യ് മാ ഫറത്തി സിഗരിഹി, അത് വളരെ ചെറുതാണ് എന്നതിന്റെ കൂടെ തന്നെ വകൗനിഹി മുജവ്വഫൻ, അത് പിന്നെ ഉള്ളുള്ളതാണ് എന്നതിന്റെ കൂടെ തന്നെ യഗൂസു ഫീ ജിൽദിൽ ഫീലി വൽ ജാമൂസി, അത് ആനയുടെ തൊലിയിലേക്കും ആഴ്ന്നിറങ്ങും, പോത്തിന്റെ തൊലിയിലേക്കും ആഴ്ന്നിറങ്ങും. ഭയങ്കര, അതാണെങ്കിലോ ആനയുടെ തോല് പോത്തിന്റെ തോല് എന്നൊക്കെ പറഞ്ഞാൽ അലാ സഖാനത്തിഹി, അത് ഭയങ്കര കട്ടിയുള്ള അല്ലേ, സാമാന്യം കട്ടിയുള്ള വളരെ ചെറിയ ജീവിയായിട്ടുള്ള ഈ കൊതുക് അതിന്റെ ആ തുമ്പിക്കൈ വലിയ കട്ടിയുള്ള തോലുള്ള ആനയുടെ തോലിലേക്ക് ഇറക്കാൻ ആർക്ക് സാധിക്കും? ഈ കൊതുകിന് സാധിക്കും. പോത്തിന്റെ ശരീരത്തിലേക്ക് ഇറക്കാനും അതിന് സാധിക്കും. ഏതുപോലെ കമാ യദ്രിബുർ റജുലു ഇസ്ബഅഹു ഫിൽ ഖബീസ്, നെയ്യും കാരക്കയും ചേർത്തുണ്ടാക്കുന്ന ഒരു പലഹാരത്തിനാണ് ഖബീസ് എന്ന് പറയാം. ആ ഖബീസിലേക്ക് ഒരു മനുഷ്യൻ അവന്റെ വിരല് ഇടുന്ന പോലെ നമ്മൾ അല്ലെങ്കിൽ ഞാൻ അത് മനസ്സിലാണെങ്കിൽ ഈ അലീസ എന്നൊക്കെ പറയാം അല്ലേ, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. റമദാനൊക്കെ വരാൻ പോവല്ലേ, അലീസ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും മനസ്സിലാവില്ലേ, നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അല്ലേ, കണ്ണൂരുള്ളവർക്കൊക്കെ മനസ്സിലാവും, അല്ലാത്ത ആൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ശരി, ഒരു 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 എന്താ പറയാ, നമ്മള് ഒരു പായസം, നല്ല കട്ടിയിലൊരു പായസം ഉണ്ടാക്കിയത് കൂട്ടിക്കോളൂ. ആ കട്ടിയിൽ ഉണ്ടാക്കിയ ഒരു പായസം, ആ പായസത്തിലേക്ക് ഒരാൾക്ക് വിരലിട്ടാൽ ആ വിരലെന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന പോലെ ഈ ആനയുടെ ശരീരത്തിലും പോത്തിന്റെ ശരീരത്തിലും വരെ ഈ കൊതുകിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ തുമ്പിക്കൈ ഇറക്കിയിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിയേ, സംഗതി ചെറിയൊരു സാധനമാണെങ്കിലും എന്താ അതെന്താ കാരണം, ലിമാ റക്കബല്ലാഹു ഫീ റഅസി ഖുർതൂമിഹി മിന സുമ്മി, അതിന്റെ പിന്നെ ആ തുമ്പിക്കൈയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വിഷം വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പിന്നെ പറയില്ല, അതിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ഈ സാധനം ഇതിന്റെ അകത്തേക്ക് ഈ ആനയുടെ ശരീരത്തിലേക്ക് ഒന്ന് കുത്തിയിറക്കണത്. അപ്പൊ ചിന്തിച്ചു നോക്കിയേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾ, ആ സൃഷ്ടികളുടെ ബലഹീനത ഒരു ഭാഗത്ത് കാണുമ്പോ തന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള എന്തുണ്ട്, അവരുടേതായിട്ടുള്ള കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെയുള്ള ആ ജീവികളുടെ ഒക്കെ ഏത് ജീവിയുടെ ഉദാഹരണം അല്ല പറഞ്ഞാലും അപ്പറയണതെന്നൊക്കെ പടച്ചോനെ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുകയാണ് വാസ്തവത്തിൽ ആര് വേണ്ടത്, മനുഷ്യന്മാര് വേണ്ടത്. അല്ലാതെ അതിനെ നിരൂപിക്കാൻ വെറുതെ ശ്രമിച്ചിട്ട് വെറുതെ നാണം കെടാതിരിക്കുകയാണ് വേണ്ടത്. എന്നാൽ സത്യനിഷേധികൾ പലപ്പോഴും ആ നിരൂപണത്തിലൂടെ നാണം കെട്ടു പോകുന്ന അവസ്ഥയാണ് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലമ്മ, ഒരു ഉദാഹരണം പറയാനും അള്ളാഹുവിന് മടിയില്ല.
ബഊദത്തൻ ഫമാ ഫൗഖഹ, അതായത് ഒരു കൊതുകിനെയോ അതിന്റെ അപ്പുറമുള്ളതിനെയോ ഉദാഹരിക്കാൻ അള്ളാഹുവിന് മടിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ അപ്പുറമുള്ളത് പറഞ്ഞാൽ കൊതുകിനേക്കാൾ മേലെയുള്ളതെന്നോ കൊതുകിനേക്കാൾ താഴെയുള്ളതെന്നോ മുഫസ്സിറുകൾ ചർച്ച ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെ രണ്ട് അഭിപ്രായമുണ്ട്. അയ്യക്കൂനൽ മുറാദു ഫമാ ഹുവ അഅ്ലമു മിൻഹാ ഫിൽ ജുസ്സത്തി, തടിയുടെ വിഷയത്തിൽ കൊതുകിനേക്കാളും വലുത് എന്നാണ് അവിടെ ഉദ്ദേശം. ശരിയല്ലേ? അപ്പൊ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലമ്മ, ഏത് ഉദാഹരണം പറയാനും അള്ളാഹുവിന് മടിയില്ല. അതായത് ബഊദത്തൻ, കൊതുകിനെ ഉദാഹരിക്കാനും ഫമാ ഫൗഖഹ, അതിനേക്കാൾ വലിയതിനെ ഉദാഹരിക്കാനും അള്ളാഹുവിന് മടിയില്ല എന്നാവും അപ്പൊ അർത്ഥം. അതേസമയത്ത് രണ്ടാമത്തെ ഒരു അർത്ഥം അറാദ ബിമാ ഫൗഖഹ ഫി സിഗരി, അതിനേക്കാളും വലുതിനെ ഉപമിക്കാൻ അള്ളാഹ്ക്ക് മടിയില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറിയ സാധനത്തെയാണ്, അതായത് പിന്നെ ചെറുപ്പത്തിന്റെ വിഷയത്തിൽ അതിനേക്കാളും വലുത് എന്ന അർത്ഥത്തിൽ. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താവും, കൊതുകോ അതിനേക്കാളും ചെറുതിഞ്ഞൊന്നുണ്ടെങ്കിൽ അതിനെ ഉദാഹരിക്കാൻ ആർക്ക് മടിയില്ല? അള്ളാഹുവിന് മടിയില്ല എന്നാകും ആ പറഞ്ഞതിന്റെ താല്പര്യം. ഏതായാലും ശരി, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പറഞ്ഞ ഉദാഹരണങ്ങളെ നിരൂപിക്കുന്നതിന് പകരം അത് വിശ്വസിക്കലാണ് വിശ്വാസിയുടെ ബാധ്യത. നിരൂപിക്കാൻ പോയവർ വഴികേടിലെത്തിപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ ഇത്തരം ഉദാഹരണങ്ങൾ മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ വഴികേടിലാക്കുന്നു. അഥവാ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു തിയറി, ആ തിയറിയെ അംഗീകരിക്കുന്നതിന് പകരം യുക്തിവാദം ഉന്നയിച്ച് അതിനെ നിരൂപിക്കാൻ ശ്രമിച്ചാൽ അടിസ്ഥാനമായി മനുഷ്യൻ ഈമാനികമായി തെറ്റിപ്പോകും. ഇതെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അവനവന്റെ യുക്തി കൊക്കണില്ലെങ്കിൽ ഖുർആനിക അധ്യാപനങ്ങളെ, അപ്പൊ ഉദാഹരണമാണ് ഇവര് പറഞ്ഞതെങ്കിലും ഇപ്പൊ തിയറികളെയും പലപ്പോഴും പലരും ആക്ഷേപിക്കുന്ന അവസ്ഥ നമ്മൾ കാണലുണ്ട്. ജനങ്ങളുടെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ട് ഖുർആനിന്റെ അധ്യാപനങ്ങളൊക്കെ നിരാകരിക്കുന്ന ചില സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ പറ്റും. ഈ ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ട്വിറ്ററിലും അതുപോലെ ബ്ലോഗുകളിലും ഒക്കെ ഉള്ള ചർച്ചകളിൽ ചിലരൊക്കെ ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ചു വന്നിട്ട് ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയങ്ങളെ ഇങ്ങനത്തെ ഒരു ആശയമൊന്നും ജനങ്ങളുടെ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ചില അവസ്ഥകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ പറയുന്ന ആളുകൾ ആലോചിക്കണം, ഈമാനികമായി അവർക്ക് എന്തെങ്കിലും നന്മ ബാക്കി ശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കണം, പടച്ച റബ്ബ് മുന്നോട്ട് വെച്ച ഒരു തിയറി, അത് ആത്യന്തികമായി അതാണ് അതിലെ അവസാന വാക്ക്. അതിനെ നിരാകരിക്കാനും നിരൂപിക്കാനും ഒരു മനുഷ്യൻ ശ്രമിക്കാന്ന് പറഞ്ഞാൽ അതവന്റെ ആത്മീയമായ അധപ്പതനത്തിന്റെ ആഴം വർദ്ധിപ്പിക്കും എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. അതന്നെയാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. ഈ ഉദാഹരണം പറയണമെന്ന് അള്ളാഹ്ക്ക് ഒരു മടിയില്ല. പക്ഷേ ഫഅമ്മല്ലദീന ആമനൂ ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, സത്യവിശ്വാസികൾ അത് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവും, അതവർ ആക്സെപ്റ്റ് ചെയ്യും, അതവർ സ്വീകരിക്കും. പടച്ചവനുള്ള സത്യമാണെന്ന് അവർ തിരിച്ചറിയും. അത് എന്ന അഞ്ഞനം കുത്തൽ മുഖേന ഈ ഉദാഹരണങ്ങളുടെ പേരിൽ തന്നെ അവർ വഴികേടിലെത്തിപ്പോവുകയാണ്. വഴികേടിലെത്തുന്നത് ആരാണ്? തെമ്മാടികളാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു തആല വെച്ചിട്ടുള്ള അതിർവരമ്പുകൾ അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുന്ന മാനസികാവസ്ഥയുള്ളവരാണ് ഇവിടെ പറഞ്ഞ ഫാസിക്കുകൾ, തെമ്മാടികൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല അവരെ ഒന്ന് പരിചയപ്പെടുത്തി. അല്ലദീന യൻഖുലൂന അഹദല്ലാഹ്, ആരാണ് ഈ തെമ്മാടികൾ? അല്ലാഹുവിനോടുള്ള പ്രതിജ്ഞ മിൻബഅദി മീസാഖിഹി, അല്ലാഹുവിനോടുള്ള പ്രതിജ്ഞ ഉറപ്പിച്ച ശേഷം അതിനെ ലംഘിക്കുന്ന ആളുകളാണവർ. അല്ലാഹുവിനോടുള്ള പ്രതിജ്ഞ, കരാറ്, അത് ഉറപ്പിച്ചതിന് ശേഷവും അതിനെ ലംഘിക്കുന്ന ആളുകളാണവർ. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, ചേർക്കപ്പെടാൻ യോജിപ്പിക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിനെ വേർപ്പെടുത്തുന്നവരുമാണവർ. ചേർക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞതിനെ വേർപ്പെടുത്തുന്നവരുമാണവർ. വയുഫ്സിദൂന ഫിൽ അർളി, അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരാണവർ. ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ് ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അവന്റെ പരലോകത്തെ രക്ഷാശിക്ഷകളെ ആസ്പദമാക്കിയാണ്. അപ്പൊ അവിടുന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെങ്കിൽ വിശ്വാസിയാവണം. ആ വിശ്വാസത്തിലേക്ക് വരാത്തവരൊക്കെ സ്വയം അവരവരുടെ അപകടത്തിൻ്റെതായിട്ടുള്ള ഒരു ലോകം തീർക്കുകയാണ് നിഷേധത്തിലൂടെയും ഈ അനാവശ്യമായ നിരൂപണങ്ങളിലൂടെയും എന്ന് അല്ലാഹു തആല ഉണർത്തുന്നു. ഇനി ഇവിടെ പറഞ്ഞ അല്ലദീന യൻഖുലൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രതിജ്ഞ ഉറപ്പിച്ച ശേഷം അതിനെ ലംഘിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പ്രതിജ്ഞ ഉണ്ട് ഇവിടെ, അത് ഉറപ്പിക്കലുണ്ട്. അതെന്താ? ഒരുപാട് അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരഭിപ്രായം, ആത്മീയ ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ നാഥനല്ലയോ എന്ന് ചോദിക്കുകയും, ബല, അതെ
നീ ഞങ്ങളുടെ റബ്ബാണ് എന്നവർ ഉത്തരം പറയുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ അതിലേക്ക് സൂചന നൽകുന്ന, അത് വിശദീകരിക്കുന്ന ഭാഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ആണ് റബ്ബ് എന്ന് അവർ സമ്മതിക്കുകയും അള്ളാഹു ചോദിച്ചപ്പോൾ സമ്മതിക്കുകയും അതവർ ഏറ്റെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നിഷ്കളങ്കമായിട്ടുള്ള പ്രകൃതിയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇവിടെ പടച്ചു. നമുക്കറിയാലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, സത്യം സ്വീകരിക്കാനുള്ള പാകതയോടെയാണ് എല്ലാ കുട്ടി ഇവിടെ ജനിച്ചു വീഴുന്നത്. പക്ഷെ പിന്നീട് അവന്റെ സാഹചര്യങ്ങൾ, അവന്റെ പരിസരങ്ങൾ അവനെ മറ്റു പലതിലേക്കും കൊണ്ടെത്തിക്കുകയാണ്. അപ്പൊ നന്മ സ്വീകരിക്കാൻ പറ്റുന്ന വളരെ എംപ്റ്റി ആയ മനസ്സോടെ ഒന്നുമില്ലാത്ത കാലിയായിട്ടുള്ള ഒരു ഫോൾഡർ, ആ ഫോൾഡറുമായിട്ടാണ് മനുഷ്യൻ ജനിച്ചു വീഴുന്നത്. അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന ഏത് രേഖകളും ഡാറ്റകളും അത് സ്വീകരിക്കുന്ന ഒരവസ്ഥ അതിനുണ്ടാകും. എങ്കിൽ സാഹചര്യങ്ങളും പരിസരങ്ങളും അവനെ മറ്റു പലതിലേക്കും കൊണ്ടെത്തിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞു. എന്നാൽ ആ ഒരു സഹജമായി നന്മ സ്വീകരിക്കാനുള്ള പ്രകൃതിയോടുകൂടെ പടക്കുക എന്ന് പറഞ്ഞതിൽ തന്നെ എന്തുണ്ട്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പൊതു ധാരണ, ഒരു പൊതുബോധം അതുണ്ട്. കാരണം എന്താ? ശൂന്യതയിൽ നിന്ന് ഞാൻ എങ്ങനെ ഇവിടെ ഉണ്ടായി എന്നതൊരു ശരാശരി ബോധമുള്ളവർക്കൊക്കെ ആലോചിക്കാവുന്ന സംഗതിയാണ്. ആ ബോധം അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ പ്രകൃതിപരമായിട്ടുള്ള ആ ബോധം, അതേപോലെ തന്നെ മേൽ പറഞ്ഞ ഈ ചോദ്യോത്തരം, അലസ്തു ബി റബ്ബിക്കും അള്ളാഹു തആല ചോദിച്ചു. എന്നിട്ട് ആ ചോദിച്ച പക്ഷെ നമ്മൾ മറന്നിട്ടുണ്ടാകും. അതുകൊണ്ട് അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആരയച്ചു? പ്രവാചകന്മാരയച്ച് അവര് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം മുഖേന ഈ മേൽ പറഞ്ഞ ചോദ്യോത്തരം നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അതാണ് മിംബാദി മീസാഖിഹി എന്ന് പറഞ്ഞത്. അത് ഉറപ്പിച്ചതിന് ശേഷം കരാറ് പറഞ്ഞത് അലസ്തു ബി റബ്ബിക്കും അവിടുന്ന് ചോദിച്ചത് അത് നമ്മൾ അന്ന് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ സ്വീകരിച്ചു എന്നുള്ളത് സൗകര്യപൂർവ്വം അന്നായതുകൊണ്ട് നമ്മളൊക്കെ മറന്നുപോയി. ആ മറന്നുപോയത് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ച് പ്രബോധനം ചെയ്ത് അവർ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉത്ബോധനങ്ങൾ തന്നു. അത് തന്നതിന് ശേഷവും ആ കരാറിനെ ലംഘിക്കുക, അല്ല റബ്ബാണ് എന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് എന്താണോ പറയണത് അതനുസരിച്ച് നിന്നുകൊടുക്കാൻ നമ്മൾ റെഡി ആവണം, അല്ലേ? അതല്ലേ റബ്ബ് എന്ന് പറയുമ്പോ? ശൂന്യതയിൽ നമുക്ക് ജന്മം തന്നു, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായിട്ടുള്ള പുരോഗതികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അങ്ങനെ നൽകിയിട്ടുള്ള ആ അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിച്ചും അവന്റെ വിധിവിലക്കുകൾ പാലിക്കാതെയും അവന് തന്നെ സമന്മാരെ സ്ഥാപിച്ചുമൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾ പച്ചയായി ഈ കരാറിനെ പൊളിച്ചെഴുതിയവരും അതിനെ ലംഘിച്ചവരുമാണ്. ആ ലംഘിക്കുന്ന ഒരവസ്ഥ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ത്? പ്രവാചകന്മാരെ അവഗണിക്കുക, അവരുടെ കൽപ്പനകളെ, പ്രവാചക അധ്യാപനങ്ങളെ നിരാകരിക്കുക എന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലംഘനമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അക്രമികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അള്ളാഹു തആല നേരത്തെ നമുക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം തന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരെ അത്ര വലിയൊരു സേവനങ്ങൾ ചെയ്തു എന്ന നിലക്ക് പ്രശംസിക്കുന്നതിന് പകരം, അവരെ നമ്മുടെ മനസ്സിൽ നെഞ്ചേറ്റുന്നതിന് പകരം അവരെ വീണ്ടും ഒരു പരിഹാസത്തിന്റെ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി നിർത്തുന്നത് ഏറ്റവും വലിയ അക്രമമാണ്. അതാണ് അല്ലദീന യൻഖുലൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അവരോടുള്ള കരാറുകൾ ഉറപ്പിച്ചതിന് ശേഷം ആ കരാറിനെ ലംഘിക്കുന്ന ആളുകളാണ് ഈ തമ്മാടികൾ. രണ്ടാമത്തത് അള്ളാഹു പറഞ്ഞത് വയഖതഉന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, ചേർക്കപ്പെടണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരാണ് അവർ. അവിടെയും വിവിധ അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ ആ സാമൂഹ്യ ജീവിയായ മനുഷ്യനോട് പല ബന്ധങ്ങളെയും കൂട്ടിയിണക്കാനുള്ള നിർദ്ദേശമുണ്ട്. കുടുംബ ബന്ധം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മനുഷ്യൻ എന്ന നിലക്ക് അവരുടെ സ്നേഹിതന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ മറ്റു ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, പബ്ലിക്കുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിലൊക്കെ ചില പെരുമാറ്റച്ചട്ടം ബഹുമാനപ്പെട്ട ഇസ്ലാം വെച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട റസൂൽ പറഞ്ഞില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറാ, അവൻ നല്ലത്, ഫൽയസിൽ റഹിമ, അവൻ അവന്റെ കുടുംബ ബന്ധം ചേർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ കുടുംബ ബന്ധം ചേർക്കാൻ കൽപ്പനയുണ്ട്. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിയാണോ പരസ്പരം കാര്യങ്ങൾ ചോദിക്കാറുള്ളതെങ്കിൽ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാമ, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. കുടുംബബന്ധം സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് പൊട്ടിപ്പോവുകയോ അതിന് വിള്ളലുണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു തആല ദീർഘായുസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ അള്ളാഹു തആല വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകാൻ അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുടുംബബന്ധം മുറിച്ചു കളയുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ,
കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. അതുപോലെ തന്നെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ അർശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഈ കുടുംബബന്ധം എന്ന് പറയുന്ന സാധനം. എന്നിട്ട് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സദാ അള്ളാഹുവിനോട്, അല്ലാഹുമ്മ സിൽമൻ വസലനി വഖതഅമൻ ഖതഅനി, പടച്ചോനെ എന്റെ ബന്ധം ചേർത്തവരോടൊക്കെ നീ ബന്ധം ചേർക്കണം, എന്റെ ബന്ധം മുറിച്ചവരോടൊക്കെ നീ ബന്ധം മുറിക്കണം. കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവരോടുള്ള ബന്ധം മുറിക്കാൻ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ തൂങ്ങിക്കിടക്കാൻ ലൈസൻസ് നൽകിയിട്ടുള്ള ഈ സാധനം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്ത് കടക്കൂല എന്ന് പറയുമ്പോ അതിന്റെ ഗൗരവം എത്ര വലുതാ. പക്ഷേ ആ ബന്ധം പോലും പ്രശ്നമാക്കാത്ത ഒരവസ്ഥ ഈ ധിക്കാരികളായ ആളുകൾ ഉണ്ടാക്കിയെടുക്കും. അത് വല്ലാത്ത ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ മുഅ്മിനീങ്ങൾ ഒരിക്കലും തന്നെ കുടുംബബന്ധം മുറിക്കുന്നവരാകാൻ പാടില്ല. അതേപോലെ സമൂഹത്തോടുള്ള അവന്റെ ബന്ധം, ആ ബന്ധത്തിലും അതിന്റേതായിട്ടുള്ള ഇസ്ലാം മുന്നോട്ട് വെച്ച പെരുമാറ്റച്ചട്ടങ്ങൾ അതവൻ പാലിക്കേണ്ടതുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, നബി സല്ലല്ലാഹു തങ്ങളുടെ ഹദീസിൽ കാണാം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായിട്ട് പ്രധാനപ്പെട്ട 6 കടമകളുണ്ട്. ആ കടമകൾ അവൻ പാലിക്കണം. ആ കടമകളിൽപ്പെട്ടതാണ് അവർ പരസ്പരം അനാവശ്യമായി തെറ്റി നടക്കാൻ പാടില്ല. ഉണ്ടോ? ആ തെറ്റി നടക്കുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ 3 ദിവസത്തിലധികം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായിട്ട് തെറ്റി നടന്നാൽ അള്ളാഹുവിന്റെ റസൂൽ എത്ര ഗൗരവത്തിലാ പറയണത്, സ്വർഗത്തിൽ കടക്കൂല എന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ കുടുംബം, അതേപോലെ തന്നെ നമ്മുടെ മറ്റു മുസ്ലിമീങ്ങൾ, പബ്ലിക്, അതേപോലെ തന്നെ അയൽവാസികൾ, ഇങ്ങനെ തുടങ്ങി പലരോടും പല നിലക്കുള്ള ബന്ധങ്ങളും ചേർക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണ സമയം അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കൂടുതൽ പോണില്ല. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അത് മുറിച്ചു കളയുന്ന ആളുകളാണ് ഈ ധിക്കാരികൾ, ഈ തെമ്മാടികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതേപോലെ തന്നെ വയുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ അവർ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്, കുഴപ്പമുണ്ടാക്കുന്നവരാണ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവ. ആ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയാണ് ജനങ്ങളുടെ ഇടയിൽ അനാവശ്യമായ കക്ഷിത്വവും ശാസ്ത്രവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. അനാവശ്യമായ എന്ന് പറഞ്ഞത് നമ്മൾ അടിവരയിടണം. ചിലയിടത്തൊക്കെ ഓലോട് മുണ്ടണ്ടാറുള്ളത് ആവശ്യമായിട്ട് വരുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ട്. ഇസ്ലാമികമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഘട്ടങ്ങൾ അതാ നബിതങ്ങൾ പറഞ്ഞത്, അഫ്ളലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ഹുബ്ബു ഫില്ലാ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെടുക. അപ്പൊ എല്ലാരോടും ചിരിക്കലല്ല, മറിച്ച് ചിലരോടൊക്കെ ചിരിക്കാണ്ടക്കലും എന്തെന്നെയാണ്, അത് ധർമ്മാണ്. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വേണം. ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയത്തിന്റെ പേരിലോ ഈഗോ ക്ലാഷിന്റെ പേരിലോ ഒന്നും ആകാൻ പാടില്ല. മതപരമായ ചട്ടക്കൂട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം ആ സംഗതികൾ ചെയ്യുന്നത്. അപ്പൊ അനാവശ്യമായ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക, ഒരേ ആശയത്തിലുള്ള ആൾക്കാരുടെ പരസ്പരം ഉണ്ടാൻ പാടില്ല എന്ന് പറയുന്നത് ഒപ്പം കൂടൂലാർന്നതൊക്കെ വാസ്തവത്തിൽ ആ ഗണത്തിൽ പെടൂലേ എന്ന് അത്തരക്കാർ ആലോചിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് സൂചിപ്പിക്കുക. ഓണത്തിനിടക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ മാതിരി. ഏതായാലും ശരി, രാജ്യക്ഷേമത്തിന് ആവശ്യമായ നിയമങ്ങള്, വ്യവസ്ഥകള് അതൊന്നും ലംഘിക്കാൻ പാടില്ല. നാട്ടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ പാടില്ല. സിവിലിയന്മാർ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അതൊക്കെ ഫസാദിന്റെ ഗണത്തിലാ വരിക. മനസ്സിലല്ലേ? ഇപ്പൊക്കെ അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ വേണ്ടി ചിലർ ഇരുട്ടത്തി യോഗം കൂടുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം. അത്തരക്കാരൊന്നും മുസ്ലിമീങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് പുതിയ പുതിയ ഫസാദിന്റെ വഴി തുറക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഫിത്ന എന്ന് പറഞ്ഞത് അത് ഉറങ്ങിക്കിടക്കുന്ന സാധനമാണ്. ആരെങ്കിലും അത് ഉണർത്താൻ ശ്രമിച്ചാൽ അവന് ശാപത്തിന് അർഹനായിരിക്കും. മനസ്സിലായില്ലേ? ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സമാധാനപരമായി ജീവിക്കുന്ന സ്ഥലങ്ങളിൽ കൂടി അസമാധാനത്തിന്റെ കരുനേലിലാക്കുകയും അങ്ങനെ അവിടെയുള്ള വീടുകളിലൊക്കെ നിയമപാലകന്മാർ കയറി നിരങ്ങാനുള്ള അവസ്ഥയുണ്ടാക്കി വീട്ടിലുള്ള സഹോദരിമാരുടെ പോലും സ്വസ്ഥതയും സ്വൈരവും തകർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചില ആളുകളെങ്കിലും ഉണ്ട്. ആ ആളുകൾ ആരൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഏത് ടീമിലുള്ളവരായാലും ശരി, സംഘപരിവാർ ശക്തികളുടെ ഭാഗത്തുള്ള ആ ഒരു അവസ്ഥയും അതേപോലെ തന്നെ അവരെ പ്രതിരോധിക്കാൻ എന്ന വ്യാജേന ഉണ്ടാകുന്ന നമ്മുടെ ആളുകളുടെ ഭാഗത്ത് നിന്ന സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ അത് ആ ഗണത്തിൽപ്പെട്ട തന്നെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടൊക്കെ പലപ്പോഴും നാട്ടിലുള്ള സമാധാന അന്തരീക്ഷം പലപ്പോഴും തകരുന്നുണ്ട്. എന്നു മാത്രമല്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ സ്വസ്ഥമായിട്ട് വിസിറ്റേഴ്സ് എടുത്ത് മുങ്ങുവാണ്. അതും കൂടെ ചിന്തിക്കണം. അങ്ങനെ നിരപരാധികളായിട്ടുള്ള ആളുകളെയാണ് നിയമപാലകന്മാർ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനുകളിലും മറ്റുമൊക്കെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതും കൂടെ ഇതിന്റെ ഇടയ്ക്ക് ചേർത്ത് വായിക്കണം. അതോടൊപ്പം തന്നെ നിയമപാലകരടക്കം അവരും ശ്രദ്ധിക്കണം. നിരപരാധികളായ ആളുകൾക്ക് നേരെ കുറ്റങ്ങൾ വെറുതെ ചാർത്തിയുണ്ടാക്കി തിരക്കഥകൾ അവർ നേരത്തെ മെനഞ്ഞുണ്ടാക്കുകയും ആ ഉണ്ടാക്കുന്ന കഥകൾക്കനുസരിച്ച് ഈ രൂപത്തിൽ കുറെ ആളുകളെ അവര് പ്രത്യേകം ഫാബ്രിക്കേറ്റ് ചെയ്ത പ്രതികളായി അവതരിപ്പിച്ചിട്ട് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ
അതും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന സംഗതികൾ അങ്ങനെയാണ് എന്ന് കൂടി ചർച്ച നടക്കുന്നുണ്ട്. അത് സത്യമാണോ അല്ലേ നമുക്കറിയില്ല. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ കൂടുതൽ പോണില്ല. എന്തായാലും ശരി, അങ്ങനത്തെയൊക്കെ ചില വളരെ ഉള്ളറകള്, ചില വല്ലാത്ത ഗുരുത്തം കെട്ട പണികള് അത്തരക്കാരും നടത്തുന്നുണ്ട്. അതിന്റെയൊക്കെ ഉദാഹരണങ്ങൾ നമുക്കറിയാം. ഇവരെന്ത് വിചാരിച്ചാലും ആ വിചാരിച്ചതൊക്കെ ഏത് അപരാധിയെ നിരപരാധിയാക്കാനും ഏത് നിരപരാധിയെ അപരാധികളാക്കാനുമുള്ള ശ്രമങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോ വെറുതെ അടിയേറ്റിട്ടുള്ള പല ആളുകളും നിഷേധാത്മകമായ നിലപാടിലേക്ക് പോവുകയും തീവ്രവാദികളായി മാറുകയും ചെയ്യുന്ന അവസ്ഥ, അധികാരിവർഗത്തിന്റെ നിഷേധാത്മക നിലപാട് മൂലം നിയമനിഷേധത്തിന്റെ കണ്ണികളായി അക്രമത്തിന് വിധേയരാകുന്നത് കൊണ്ട് മാത്രം ഒരു വല്ലാത്തൊരവസ്ഥ ഇതിന്റെ ഒരു സൈഡ് എഫക്ട് എന്നുള്ള രൂപത്തിൽ ഉണ്ടാകുന്നുണ്ടെന്ന് കൂടി അത് അധികാരികളും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന തത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോണത്. കാരണം എന്താ? നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാൽ ആ നിരപരാധികൾ പലപ്പോഴും എന്താവും? ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ മാറും, ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് അവർ തള്ളിയിടപ്പെടും. അങ്ങനെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടപ്പെട്ടാൽ അത്തരക്കാരായ ആളുകളെ പൊതുവിൽ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി തക്കം പാർത്ത് നിൽക്കുന്ന ധിക്കാരികളുടെയും അധർമ്മകാരികളുടെയും കൈകളിലെ പാവകളായി അവർ മാറേണ്ട ദുരവസ്ഥ ഉണ്ടാകും. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായാൽ അത് നാട്ടിന്റെ സ്വൈര ജീവിതം തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു, വലാ തുഫ്സിദൂ ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. മുസ്ലിം ഒരിക്കലും തന്നെ ഒരു ഫസാദിന്റെ ആളാകാൻ പാടില്ല. എവിടെയും ഒരു ബോംബ് പൊട്ടിച്ച് നിരപരാധികളായ ഒരുപാട് മനുഷ്യ ജീവൻ തകരാൻ ഒരു മുസ്ലിമിന്റെയും പ്രവർത്തനങ്ങൾ കാരണമാകാൻ പാടില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ ചെയ്താൽ അത് ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ വരവ് വെക്കാനുള്ള ഒരു ശ്രമം അധികാരിവർഗത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു മീഡിയകളുടെയോ ഒന്നും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതും ശരിയല്ല. അവര് അതിന്റെ പേരിൽ അയാളെ ക്രൂശിക്കാന്നല്ലാതെ അവരെ തള്ളിപ്പറയാൻ ഞങ്ങൾ റെഡിയാ, ഇസ്ലാം റെഡിയാ, മുസ്ലിങ്ങൾ റെഡിയാ, പിന്നെന്തിനാണ് അവരെ ഇതിന്റെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അങ്ങനെ ഇപ്പൊ നാട്ടിലൊക്കെ നടക്കുന്ന ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളൊരു പുതിയ ട്രെൻഡ്, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, അതേസമയത്ത് എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. അങ്ങനെയുണ്ടോ? എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. അങ്ങനെയാണോ കാര്യങ്ങളുടെ കിടപ്പ്? അല്ലല്ലോ. അല്ലാന്ന് മാത്രമല്ല, പലപ്പോഴും ആരെങ്കിലുമൊക്കെ ഇவ்விധത്തിൽ ആയുധമെടുക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുവെങ്കിൽ ആ വരാനുള്ള കാരണം പോലും പലപ്പോഴും അധികാരിവർഗത്തിന്റെ നിഷേധാത്മകമായ നിലപാടും ഭരണകൂട ഫാസിസവുമാണ് എന്നത് പ്രത്യേകം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഭരണകൂട ഭീകരത. ലൈവ് വന്നോ? ഇൻഷാ അല്ലാഹ് ലൈവ് എത്തിയോ? SGV മൊബൈലാ കൊടുക്കണേ? ആരാ കൊടുക്കണേ? സിദ്ദീഖാണോ അല്ലെ ക്യാമറ കൊടുത്തണേ? ഓക്കെ ഞാൻ മൈക്കൂട്ടുന്ന ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഷമീം എത്തിയിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത അടുത്ത ഞായറാഴ്ച, നാളെ പ്രത്യേകിച്ച് റജബ് ുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ്. അതുകൊണ്ട് നാളെ ഖുർആൻ ക്ലാസ് ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. പിന്നീടുള്ള ദിവസം, അതായത് അടുത്ത ഞായറാഴ്ച വീണ്ടും നമുക്ക് ഈ ഖുർആൻ ക്ലാസ്സുമായിട്ട് സംഗമിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ പരലോകം റബ്ബ് സന്തോഷമാക്കുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു ഖൈറ ഷിഫ നൽകുമാറാവട്ടെ. രണ്ട് ലോകത്തും അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ. നല്ലത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി والقيام وتلاوة القرآن. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولجميع المسلمين. توفنا مسلمين وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. شميم ويكليك ونولو. السلام عليكم. ിൽ നിന്ന് വെടിയാനും